സംഗമഗ്രാമ നാട്യരംഗമിതാ സംഗമഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥസംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 എല്ലാവർക്കും നമസ്കാരം. ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷൻ പ്രമേയപരമായി കഥകളി ക്ലബിൻ്റെ സുവർണം സമാപനത്തിനോടനുബന്ധിച്ച് നടത്തുന്ന നാടകഥാഖ്യാനങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആട്ടപ്രകാരത്തിൽ നിന്ന് ബാഹുക ഹൃദയം എന്ന് പറയുന്ന സംസ്കൃത കാവ്യത്തിലേക്ക് ഒരു കഥകളി വിചാരം അല്ലെങ്കിൽ കഥകളി നടൻ, കഥകളി ആസ്വാദകൻ, ഇങ്ങനെ പല മേഖലയിലും ഒരു വ്യക്തി കടന്നു ചെന്നപ്പോൾ ഉണ്ടായ ഒരു ആട്ടപ്രകാര നിർമ്മിതിയിൽ നിന്നും ഇന്ന് നടക്കുന്ന കഥകളി അരങ്ങുകളിലെ പ്രത്യേകിച്ചും ബാഹുകൻ്റെ കേന്ദ്രീകൃതമായ സ്വതന്ത്രമായ ഒരു ചിന്തകളിലെ ഒരു ആട്ടപ്രകാരം സ്വരൂപിക്കുകയും കണ്ടെത്തുകയും അത് സംസ്കൃത കാവ്യരൂപേണ പിന്നീട് അത് എഴുതപ്പെടുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. കഥകളി ഒരു 12 വർഷക്കാലം ചൊല്ലിയാടി ഉറപ്പിച്ചപ്പെട്ട ഒരു സംസ്കൃത പണ്ഡിതൻ, ആസ്വാദകൻ, കഥകളി നടൻ, ഒപ്പം ഭാഷയിലും കൃത്യമായ വ്യക്തമായ രീതിയിലും സെമിനാറുകളിലുമെല്ലാം പങ്കെടുത്ത ഡോക്ടർ EN നാരായണൻ സാറാണ്. അദ്ദേഹമായി വ്യക്തിപരമായി വളരെയധികം സർഗാത്മകമായ രീതിയിലും ഒക്കെ ഇടപെടാനുള്ളൊരു ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിലും താമസിക്കുന്ന അദ്ദേഹത്തിന് ഇരിങ്ങാലക്കുടയുമായുള്ള ഗുരുകുലവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇവിടുത്തെ കൂടിയാട്ടം, നങ്ങിയാർ കൂത്താരങ്ങുകളിലും അനവധി അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ EN നാരായണനെ സാദരം ഈ വിഷയത്തിലേക്കും ഈ പ്രഭാഷണത്തിലേക്കും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ ഗുരുഭ്യോ നമഃ. വിരളമെങ്കിലും വളരെ വിശിഷ്ടമായ സദസ്സിന് എൻ്റെ വിനീതമായ നമസ്കാരം. ഗുരുകൽപ്പരായിട്ടുള്ള വ്യക്തികളുണ്ട്. നീലകണ്ഠ സാറ്, ശ്രീദേവി ടീച്ചർ മുതലായിട്ടുള്ളവരുണ്ട്. മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ ഗുരുകൽപ്പരായിട്ടുള്ള ഞാൻ കുട്ടേട്ടൻ എന്ന് വിളിക്കുന്ന അമ്മന്നൂർ കുട്ടൻചാക്യാറുണ്ട്, ശ്രീ മാർഗ് മധുചാക്യാർ, മധുവേട്ടൻ എന്ന് വിളിക്കുന്നത്. ഇവരുടെയൊക്കെ ഒരു സാന്നിധ്യത്തിൽ വളരെ അടുപ്പമുള്ള ഇന്ദുവിനെ പോലെയുള്ളവരുണ്ട്. പിന്നെ ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള രമേശേട്ടൻ എന്ന് വിളിക്കുന്ന രമേശൻ നമ്പീശനുണ്ട്. പ്രതീക്ഷിച്ച കുറച്ച് ആൾക്കാർ ഇല്ല എന്നും കൂടി പറയട്ടെ. അനിയേട്ടനെ ഞാൻ പ്രതീക്ഷിച്ചു, അനിയേട്ടനെ കാണുന്നില്ല. എന്നാലും എൻ്റെ സംഘാടകരായിട്ട് മറ്റുള്ളവരുണ്ട്. എല്ലാവരും ഏറെക്കുറെ പരിചിതരാണ്. ഇത് ഞാൻ ഏറ്റത് ഒരു വ്യവസ്ഥയിൽ മാത്രമാണ്. ഞാൻ ഇത്തരം പ്രഭാഷണങ്ങൾക്കിപ്പോൾ പോകാറില്ല. പിന്നെ നളചരിതത്തിൻ്റെ വളരെ പ്രമുഖമായിട്ടുള്ള വളരെ വിശേഷമായിട്ടുള്ള ഒരു പരമ്പര ഇവിടെ നടക്കുന്നുണ്ട്. അതിൽ സഹകരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ബാഹുഹൃദയം എന്ന ഈ കാവ്യം അവതരിപ്പിക്കാം, അതിനെക്കുറിച്ച് വേണമെങ്കിൽ സംസാരിക്കാം എന്ന്
പറഞ്ഞു. അത് എൻ്റെ ഒരു സ്വാർത്ഥതയും കൂടിയാണ്. കാരണം ഈ കാവ്യം വേറൊരാളിലേക്ക് എത്തിക്കുക, അങ്ങനെ ഒരു ദുരുദ്ദേശമെന്ന് വിചാരിച്ചാലും ആ വ്യവസ്ഥയിലാണ് ഞാനിത് ഏറ്റത്. ഇത് എൻ്റെ ഒരു മുൻകൂർ ജാമ്യമാണ്, എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. വിഷയത്തേക്ക് ഞാൻ നേരിട്ട് കടക്കുകയാണ്. ബാഹുക ഹൃദയം എന്ന ഈ കാവ്യം ഉണ്ടായത്, അതിൻ്റെ പിന്നിൽ നിരവധി വിഷയങ്ങളുണ്ട്. ഞാൻ ആദ്യമായി ബാഹുകൻ കെട്ടാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ അവസരം, അതൊരു വാശിയുടെ പുറത്ത് ചെയ്തതാണ്. തൃപ്പൂണിത്തുറ അമ്പലത്തിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായി ബാഹുകൻ കെട്ടിയത്. അത് ഒരു 2010 തോന്നുന്നു, ഒരു 14 വർഷം മുമ്പ്. അതിനു മുമ്പ് ബാഹുകൻ എന്നുള്ള ഒരു കഥാപാത്രം എൻ്റെ മനസ്സിൽ, പ്രത്യേകിച്ച് 4-ാം ദിവസത്തിലെ ബാഹുകൻ എന്ന കഥാപാത്രം എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിതമായിട്ടുണ്ട്. നളൻ എന്നുള്ള ആ സങ്കല്പത്തിനേക്കാളും ബാഹുകൻ എന്നുള്ള ആ സങ്കല്പത്തിനോടായിരുന്നു എനിക്ക് കൂടുതൽ ആഭിമുഖ്യം. ഞാൻ കാണുമ്പോൾ, കഥകളി കണ്ട് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രമുഖരായിട്ടുള്ള നടന്മാർ, അതിനു മുമ്പുള്ള കലാകാരന്മാരായിട്ടുള്ള കുഞ്ചനാരാശാനും കൃഷ്ണനാരാശാനാണ്. കൃഷ്ണനാരാശാൻ്റെ ബാഹുകൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഗുരുനാഥനായിട്ടുള്ള കൃഷ്ണനാരാശാൻ്റെ ശിഷ്യനായിട്ടുള്ള ശ്രീ RLV ദാമോദരപിഷാരടിയാശാൻ കൃഷ്ണനാരാശാൻ്റെ ബാഹുവിനെ കുറിച്ച് പലതും ഇങ്ങനെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ധാരാളം പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ അന്നത്തെ എൻ്റെ മനസ്സിലുള്ളൊരു ബിംബം കൃഷ്ണനാരാശാനാണ്. കുഞ്ചനാരാശാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി തന്നെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. പിന്നീട് കുഞ്ചനാരാശാനെക്കുറിച്ചും ഷാരടിയാശാൻ പറഞ്ഞു തരാറുണ്ട്, രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, സമീപനം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ രണ്ടുപേരുടെ ബാഹുകന്മാർ, അത് കേട്ടുകേൾവിയിൽ മാത്രമുള്ളതാണ്. പിന്നെ അതിൻ്റെ ഒരു പരമ്പര എന്നോണം ഞാൻ കഥകളി കണ്ട് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ കണ്ട പ്രധാനപ്പെട്ട 2 ബാഹുകന്മാർ ഗോപിയാശാനും ഷാരടി വാസുവാശാനാണ്. ഗോപിയാശാൻ്റെയാണ് ധാരാളം കണ്ടിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഗോപിയാശാൻ്റെ തന്നെയാണ് കണ്ടിട്ടുള്ളത്, വാസുവാശാൻ്റെ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നീട് എനിക്ക് കൃഷ്ണനാരാശാൻ്റെ ശിഷ്യന്മാരുടെ കീഴിലാണ് ഞാൻ കൂടുതൽ പഠിച്ചത്. ദാമോദരപിഷാരടിയാശാൻ്റെ കീഴിൽ ഒരു 8 വർഷം പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം കൃഷ്ണനാരാശാൻ്റെ തന്നെ ശിഷ്യനായിട്ടുള്ള ശ്രീ ചെങ്ങാരപ്പള്ളി അനിയനാശാൻ, അദ്ദേഹത്തിൻ്റെ കീഴിൽ കൃഷ്ണനാരാശാൻ്റെ അവിടെ ഒരു കളരിയിൽ 2 വർഷത്തോളം പ്രധാന വേഷങ്ങൾ പലതും ചൊല്ലിയാടിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഷാരടിയാശാൻ തന്നെ പറഞ്ഞിട്ട് കുഞ്ചനാരാശാൻ്റെ ശിഷ്യനായിട്ടുള്ള കലാമണ്ഡലം വാസുദേവൻ നാരാശാൻ്റെ അടുത്ത് പഠിക്കാൻ പോയത്. അതെന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു മനപരിവർത്തനത്തിന് ഒരു വലിയ ഒരു കാരണമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രീതിയിൽ ഉള്ള, കുഞ്ചനാരാശാൻ്റെ കാഴ്ചപ്പാടിലുള്ള, പ്രത്യേകിച്ച് കൂടുതലും ചൊല്ലിയാടിയിരുന്നത് കോട്ടയം കഥകളാണ്. കൃമീരവധം, ഭഗവധം മുതലായിട്ടുള്ളതൊക്കെയാണ് ചൊല്ലിയാടിയത്. അപ്പോൾ അതെനിക്ക് പഠിക്കാൻ കിട്ടിയുള്ളൊരു അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രമുഖമായിട്ടും അന്ന് കലാമണ്ഡലം ശൈലിയിലുള്ള ഒരു ചിട്ടയാണ് നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനം കുഞ്ചനാരാശാൻ്റെ ഈ വഴിയിലുള്ളത് പഠിക്കാൻ പറ്റി എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ അന്ന് എനിക്ക് കുഞ്ചനാരാശാൻ്റെ കുറേ ആട്ടപ്രകാരം ഈ വാസുവാശാൻ എനിക്ക് തന്നിരുന്നു. അപ്പോൾ അത് വായിച്ചു നോക്കിയപ്പോൾ കുഞ്ചനാരാശാൻ്റെ കുറേ 3-ാം ദിവസത്തിൻ്റെ ബാഹുകൻ ആട്ടം മുഴുവൻ അദ്ദേഹം കവിതയാക്കിയിട്ടുണ്ട്. അതൊക്കെ വായിക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലം മനസ്സിൽ വന്നുകൂടി. അപ്പോൾ എൻ്റെ ചിന്ത കൂടുതൽ ആ വഴിയിലേക്കാണ് പോയത്, കുഞ്ചനാരാശാൻ്റെ ഒരു ശൈലിയിലൂടെയാണ്. പിന്നീടാണ് വാസുവാശാൻ്റെ, ഷാരടി വാസുവാശാൻ്റെ ബാഹുകൻ കാണാൻ എനിക്ക് അവസരം കിട്ടിയത്. അതിനെ ശ്രദ്ധിക്കാൻ, കണ്ടിട്ടുണ്ടാവും, പക്ഷേ ശ്രദ്ധിക്കാൻ ഉള്ള അവസരം കിട്ടിയത്. അപ്പോൾ ഇത് തമ്മിൽ താരതമ്യം ചെയ്യാൻ തുടങ്ങി. അതിവൈകാരികമായിട്ടുള്ള
ഒരു ബാഹുകൻ്റെ അനുഭവം ഗോപിയാശാൻ്റെ നിന്ന് കിട്ടുമ്പോഴും വളരെ ചിന്തിക്കാനുള്ള അന്തസ്സംഘർഷങ്ങളെ നിയന്ത്രിച്ച് വളരെ മിതമായിട്ടുള്ള ആ അഭിനയത്തിലൂടെ അത് ഒതുക്കലിലൂടെ വളരെ വിപുലമാക്കാൻ വലിയൊരു അനുഭവം, ചിന്തയും കാഴ്ചയും ഇതെല്ലാം ചേർന്ന ഒരു അനുഭവം ഈ ബാഹുകനിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ബാഹുക ഹൃദയം എന്നുള്ളതിലേക്ക് എത്രത്തോളം കടക്കുന്നറിയില്ല, ഏത് വഴി പറഞ്ഞു പോകുന്നു എനിക്കറിയില്ല. പിന്നീട് ബാഹുകൻ കെട്ടിയപ്പോൾ എന്നെ സ്വാധീനിച്ചത് ഈ വാസുദാശാൻ്റെ വഴിയിൽ, അല്ലെങ്കിൽ ഈ വാസുദാശൻ എനിക്ക് പറഞ്ഞു തന്ന വഴിയിൽ ഉള്ള ഒന്നാണ്. പക്ഷെ അത് മാത്രമായിട്ട് ഒതുങ്ങിയിട്ടില്ല. ആട്ടപ്രകാരം ഞാൻ സ്വയമായിട്ട് ആദ്യം എഴുതി വെച്ചതിന് ശേഷമാണ് ബാഹുകൻ കെട്ടിയത്. അപ്പോൾ ആ ആട്ടപ്രകാരത്തിൽ ആദ്യത്തെ കേശിനിയുമായിട്ടുള്ള രംഗം മുതൽ അവിടെ കേശിനിയുമായിട്ടുള്ള ഒരു സംവാദം ഇപ്പോഴത്തെ അരങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പണ്ട് എന്ന് പറഞ്ഞാൽ ധാരാളം ആടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തൊക്കെ കേശിനിയും ബാഹുകനും തമ്മിലുള്ള പദം കഴിഞ്ഞാലും അവർ തമ്മിലുള്ള സംവാദം നിലയ്ക്കുന്നില്ല. അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് മാങ്കളം വിഷ്ണു നമ്പൂതിരിക്കായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെനിക്ക് പറഞ്ഞു തന്നത് തൃപ്പൂണിത്തുറയിലെ എൻ്റെ ഗുരുനാഥന് തുല്യനായിട്ടുള്ള FACT പത്മനാഭനാശാനാണ്. പത്മനാഭനാശാൻ മാങ്കളത്തിൻ്റെ കൂടെ ധാരാളം കേശിനികൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പം എൻ്റെ ഓർമ്മകൾ പലതും പോയിട്ടുണ്ട്. ദമയന്തിയെ എന്താണ് അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട് കേശിനി ബാഹുകൻ എന്താണ് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ചോദിച്ച് ഇങ്ങനെ പിടിച്ച് ഇങ്ങോട്ട് വലിക്കാൻ മനസ്സിലാക്കാൻ വളരെ തന്ത്രപരമായി നീങ്ങുന്ന അതേ സമയത്ത് തന്നെ അതേ തന്ത്രത്തോടു കൂടി തന്നെ ബാഹുകൻ കേശിനിയിൽ നിന്ന് എങ്ങനെയാണ് ദമയന്തിയുടെ അവസ്ഥ എന്നറിയാൻ വേണ്ടി അങ്ങോട്ടും കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ മാങ്കുളത്തിൻ്റെ ആട്ടങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്താ ഇപ്പോഴത്തെ ദമയന്തിയുടെ അവസ്ഥ. അവൾ എല്ലാ ദിവസവും കുളിച്ച് തലമുടിയൊക്കെ കെട്ടി വളരെ ഭംഗിയായിട്ട് ഒരുങ്ങുന്നുണ്ടോ, പൊട്ടുകുത്തുന്നുണ്ടോ? ഇത് അവരുടെ ഒരു ഭാഷയാണ്. അങ്ങനെ തന്നെയാണ് പത്മനാഭൻ പറഞ്ഞത്. പൊട്ടുകുത്തുക എന്ന് പറഞ്ഞാൽ തെക്കൻ ഭാഷയാണ്. പൊട്ടുകുത്തുന്നുണ്ടോ അവൾ? ആ കേശങ്ങളൊക്കെ ഒരു മാങ്കുളത്തിൻ്റെ ഒരു രീതിയിലുള്ള ആ ചലനമൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ആ ഒരു ആട്ടമൊക്കെ ഉണ്ട്. അങ്ങനെ ആ ആളകങ്ങളൊക്കെ ഒരുക്കി അങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എന്താണ് ദമയന്തിയുടെ മനസ്സെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ബാഹുകൻ്റെ അങ്ങോട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കേശിനിയായിട്ടുള്ളൊരു സംവാദത്തിൽ കുറച്ച് ആട്ടം വളരെ, പക്ഷേ അരങ്ങത്ത് എത്തുമ്പോൾ ഇത് വല്ല ഇന്നത്തെ കാലത്തൊന്നും ആടാൻ പറ്റില്ല. അത്രയും വളരെ വിപുലമായിട്ടുള്ള ഒരു രീതിയിൽ അത് എഴുതി വെച്ചു. അതേസമയം വാസുദാശാൻ്റെ കാണുമ്പോൾ കേശിനി അവിടെ നിർത്തില്ല. ഈ പദം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ചോദിക്കാൻ ഓരോന്നും നമ്മളിനി അവിടെ നിന്ന് അധികം സംസാരിച്ചാൽ ശരിയാവില്ല, ആരെങ്കിലുമൊക്കെ വെറുതെ പരദൂഷണം പറയും, അതുണ്ടാക്കാമെന്ന് പറഞ്ഞാൽ കേശിനി അങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കുകയാണ്. ആ ഒഴിവാക്കുന്ന രീതിയിലാണ് കുഞ്ചാരാശാൻ്റെ അതേ പകർപ്പാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നു വാസുദാശാൻ്റെ ആ സമീപനം. ഈ വാസുദാശാൻ്റെ ബാഹുവിൻ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. 3-ാം ദിവസത്തിലൊരു ബാഹുവിൻ മാത്രമേ എനിക്ക് കാണാൻ പറ്റിയുള്ളൂ. അപ്പോൾ എൻ്റെ കുഞ്ചാരാശാൻ എന്നുള്ളൊരു സങ്കല്പം ബാഹുകൻ ഷാരടി വാസുദാശാൻ്റെ പ്രവൃത്തിയാണ് അരങ്ങത്തുള്ളത്. പിന്നെ ഞാൻ ഇന്നത്തെ ഒരു അവസ്ഥ ഞാനിതെൻ്റെ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ ഇന്നിപ്പോൾ ബാഹുകൻ കേശിനി അങ്ങോട്ട് കാണുമ്പോൾ ഈ ഇന്നത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ വെറുതെ കൗണ്ടർ അടിക്കുക, ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാം, അങ്ങനെ ഒരു രീതിയിലാണുണ്ട്.
അതായത് ആരടോ നിൻ്റെ പേരെന്ത്? പറയാം. അപ്പം തന്നെ പറയേ, പേരെന്ത് ചൊല്ലണം, ആരുടെ തേരിടതോ. അത് പലരും പല രീതിയിലാണ്. ഇത് കണ്ടില്ലേ, അവിടെ ആ കൊടിക്കൂറ കണ്ടില്ലേ, അങ്ങനെ ഒരാട്ടമുണ്ട്. നേരു തന്നെ ചൊല്ലണം. ഞാൻ നുണയൊന്നും പറയാറില്ല, എന്തിനാ ഇങ്ങനെ പറയണേന്ന് തോന്നാറുണ്ട്. നേരു തന്നെ ചൊല്ലണം, കാര്യമുണ്ട് ഇങ്ങതിനാൽ. ഇങ്ങനെ ഓരോന്നും പറയുന്ന അതേ സമയത്ത് ഇങ്ങനെ കൗണ്ടർ അടിക്കുക എന്നാണ് എനിക്ക് ഇപ്പോഴത്തെ ഭാഷയിൽ അത് പറയാൻ തോന്നിയിട്ടുള്ളത്. എന്തിനാണ് എന്ന് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് കൂടിയാട്ടംകാരും കഥകളിക്കാരും തമ്മിലുള്ള സംവാദത്തിൽ കഥകളിക്കാരെക്കുറിച്ചിട്ടുള്ള ഒരു ആക്ഷേപമായിട്ട് കൂടിയാട്ടംകാർ പറയുന്ന ഒന്നാണ്. അതായത് ഒരാളവിടെ അഭിനയിക്കുമ്പോൾ ഇവിടെ നിന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ കാണണ്ടേ? അത് കൂടിയാട്ടംകാരൻ അല്ലാത്തതുകൊണ്ട് അതിനോട് ഭാഗികമായിട്ട് സമ്മതിച്ചുകൊണ്ടും വിസമ്മതിക്കുകയാണ് പതിവ്. ഭാഗികമായിട്ട് ശരിയാണ്. ഇന്നത്തെ കാലത്ത് അത് മുഴുവനും ശരിയാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇന്നത്തെ എൻ്റെ ആസ്വാദനത്തിൻ്റെ തലത്തിൽ, അല്ലെങ്കിൽ ഒരു നടൻ എന്നുള്ള എൻ്റെ ഒരു തലത്തിൽ അനുഭവത്തിൽ ഇത് വല്ലാതെ എനിക്ക് അരോചകമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ബാഹുകന്മാരുടെ രീതി മുഴുവൻ ഇതാണ്, ഈ രീതിയാണ്. വാസുദാശൻ്റെ അങ്ങനെയല്ല. അപ്പോൾ ഈ ഒരു സങ്കല്പം എൻ്റെ മനസ്സിൽ ഇരിക്കുന്നത് തന്നെ വളരെ ദൈന്യമായിട്ടുള്ളൊരവസ്ഥയിലാണ്. അങ്ങനെ വരുമ്പോൾ ആ ദൈന്യത മറക്കാൻ വേണ്ടിയിട്ട് കൗണ്ടർ അടിക്കുകയാണെന്നറിയില്ല. പക്ഷേ എൻ്റെ മനസ്സിലുള്ള ബാഹുവിന് അങ്ങനെ പറ്റില്ല. അവളിവിടെ വന്നു, അവളെ എൻ്റെ നിന്ന് പിടിക്കാൻ വന്നതാണെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കില്ല, ഞാനിരിക്കും ഈ പറയുന്ന സമയത്തൊക്കെ. മാത്രമല്ല, ഈ ആരടോ എൻ്റെ പേരൊന്നു ചൊല്ലണം, ഇതിൻ്റെ എല്ലാം ഉത്തരമായിട്ട് അടുത്ത പദത്തിൽ ഈര്യതേ, എല്ലാം നേരെ, ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സംസ്കൃതംകാർ പൗനരുക്ത്യം നാമ പ്രരൂഢം ദോഷ എന്ന ഒരു വാക്യമാണ് വീണ്ടും വീണ്ടും ആവർത്തനം. ഇത് ചിന്തിക്കുന്നവർക്കുള്ളതാണല്ലോ. കേവലം കണ്ട് രസിച്ച് വിടുന്ന ആൾക്ക് ആസ്വാദനത്തിന് ഇതൊന്നും ഞാൻ പറയുന്ന ഒന്നും വിഷയമല്ല. അപ്പോൾ അങ്ങനൊരു അരോചകത്വം ഇതിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ ചൊൽപ്പേറും ഭൈമിയുടെ കൽപ്പനയാൽ എന്ന് മാത്രം പറയുന്ന സമയത്താണ് ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇവിടെ അങ്ങനെ വെറുതെ വിടാൻ വന്നിട്ടുള്ളവനല്ല. വളരെ കുശലാകുശലം എന്ന് നിലയത്തിൽ പറയുന്നതല്ല, വളരെ കൗശലത്തോടുകൂടി തന്നെയാണ്. അപ്പോൾ ഇവിടെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. കാരണം എൻ്റെ ഉദ്ദേശം വേറൊന്നാണ്. എൻ്റെ മനസ്സിൽ 4-ാം ദിവസത്തിലെ ബാഹുകൻ തീർത്തു ചൊല്ലാം നിന്ദ്യകർമ്മം താർത്തേൻ മൊഴി ചെയ്യുകയില്ല, ഇത് ഉറപ്പിച്ച് വന്നിട്ടുള്ള ആളാണ്. എൻ്റെ മനസ്സിലുള്ള ബാഹുകൻ അങ്ങനെയാണ്. പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഉപായം ഇവൾ തിരഞ്ഞെടുത്തത്? ഇവളുടെ മനസ്സിന് മനസ്സിലായിട്ടില്ല. നിന്ദ്യകർമ്മം ചെയ്യില്ല എന്നുള്ള ഉറപ്പാണ്. എന്തുകൊണ്ട് ഈ 2ാം വിവാഹം എന്നൊരു ഉപായം തിരഞ്ഞെടുത്തു? അതിനുള്ള ഇവളുടെ മനസ്സെന്താണ് ഇതറിയണം. ഇങ്ങനെ ഒരു തലത്തിൽ നിൽക്കുന്ന ഒരു ബാഹുവനായിട്ടാണ് ഞാൻ ഇതിൽ മുഴുവൻ ഈ ബാഹുഹൃദയം എന്നുള്ള രീതിയിൽ കവിതയിൽ ഞാൻ സമീപിച്ചിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ കാലത്തെ ആട്ടത്തിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ എത്ര സമയം എടുക്കുമെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ കുറയാം കൂടാം. ശ്രീദേവി ടീച്ചറുണ്ട്. ശ്രീദേവി ടീച്ചർ വളരെ കാര്യമായിട്ട് പറയാനുള്ള, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ പഠിച്ചു പറയുന്ന ഗുരുനാഥയാണ്. അപ്പോൾ ഈ ഒരു ബാഹുകൻ ഈ ഒരു മനസ്സോടുകൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെയുള്ളൊരു ബാഹുകന് ഇങ്ങനെ കേസിനിയോട് പറയാൻ പറ്റില്ല എന്നുള്ളൊരു മനോഭാവം. അതുകൊണ്ട് തന്നെ കേസിനിയായിട്ടുള്ള സംവാദം ഈ കാവ്യത്തിൻ്റെ ഭാഗത്തിൽ വരുന്നുണ്ട്. ഈ അരോചകത്വം ആ ഭാഗം അങ്ങോട്ട് ഒഴിവാക്കാൻ, വളരെ 1-2 ശ്ലോകങ്ങളിൽ മാത്രം ഒതുക്കാനുള്ള എൻ്റെ ഒരു പ്രേരണയും കൂടിയായി മാറി. എനിക്കിതിനോടുള്ള ഒരു വിയോജിപ്പ്. ഒരു 2-3 ശ്ലോകത്തിൽ ആ ഭാഗം ഒഴിവാക്കി. പിന്നെ ഇന്നത്തെ കാലത്തെ ഈ
ആട്ടങ്ങളുടെ ഞാൻ ഒരു 4-5 ബാഹുകൻ അതിനുശേഷം പിന്നീടും കെട്ടാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ ഞാനിതിൻ്റെ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട്, ആയാങ്കുടി ക്ഷേത്രത്തിൽ വെച്ചിട്ട് അവർ പറഞ്ഞിട്ട് ഒരു 4-ാം ദിവസം ബാഹുകൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അന്ന് കൊട്ടാനുണ്ടായിരുന്ന കലാനിലയം രതീഷാണ്. നല്ല മിടുക്കനായിട്ടുള്ള കൊട്ടുകാരനാണ്. മിടുക്കനായിട്ടുള്ള കൊട്ടുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അയാളുടെ കൊട്ടിൻ്റെ പ്രത്യേകത, ഒന്നാം തരമായിട്ട് അയാൾ പാടും. നല്ല സംഗീതമാണ്. ആ സംഗീതം ഘന സമ്പ്രദായമല്ല അയാളുടെ കൊട്ടിന്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ, ഇത്തരം കഥകളൊക്കെ അയാളുടെ കൊട്ടിന് അതിൻ്റെ ഒരു മാർദ്ദവും മാധുര്യമൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ്. ഈ ആട്ടത്തിൻ്റെ സമയത്ത് മുഴുവൻ അയാൾ കൂടി, ഒരു സ്ഥലത്ത് മാത്രം അയാൾക്ക് ശങ്ക ഉണ്ടായി. അത് എന്താണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. പിന്നീട് ചോദിച്ചു. ഇത് വാസുദാസൻ്റെ ഇതിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക്. അത് ഞാൻ ആടിയത് അന്ന് എനിക്ക് കാണുമ്പോഴും അത് മുഴുവൻ മനസ്സിലായില്ല. അതായത് സ്ത്രീണാം ച ചിത്തം പുരുഷസ്യ ഭാഗ്യം എന്നൊരു വരിയാണ്. ആ വരി എനിക്ക് പരിചയം ഉണ്ടായിരുന്നു, പക്ഷേ ആ ശ്ലോകം മുഴുവൻ പരിചയം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാനത് വാസുദാസനോട് ചോദിച്ചു. അപ്പോൾ ആ വാസുദാസനാണ് എനിക്കത് ശ്ലോകം മുഴുവനായിട്ട് പറഞ്ഞത്. അശ്വപ്ലുതം ച അമ്പുതഗർജനം ച സ്ത്രീണാം ച ചിത്തം പുരുഷസ്യ ഭാഗ്യം അവർഷണം ചാപ്യതിവർഷണം ച ദേവോ ന ജാനാതി കുതോ മനുഷ്യ എന്നുള്ളതാണ് ആ ശ്ലോകം. അപ്പോൾ ഇത് വാസുദാസൻ ഇത് കൃത്യമായിട്ട് എല്ലാം മുഴുവൻ ആടും. അത് അശ്വപ്ലുതം, ആ കുതിരയും കൊണ്ട് എടുത്തിട്ട് അതിൻ്റെ ഒരു ചാട്ടമൊക്കെ ഉണ്ട്, ആശാൻ്റെ ഒരു ശരീരചലനമൊക്കെ, അതൊക്കെ നല്ല ഭംഗിയായിട്ട് വരുന്നതാണ്. അശ്വപ്ലുതം അമ്പുതഗർജനം സ്ത്രീണാം ച ചിത്തം പുരുഷസ്യ ഭാഗ്യം അവർഷണം, മഴ പെയ്യാതിരിക്കൽ, അവർഷണം ചാപ്യതിവർഷണം വല്ലാത്ത മഴ, ഇതെല്ലാം ദേവന് പോലും അറിയില്ല, പിന്നെ ഇങ്ങനെയാണ് മനുഷ്യന് അറിയുക. അപ്പോൾ ദമയന്തിയുടെ മനസ്സെന്താണെന്നറിയില്ല എന്ന് പറയാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. ഇത് ഞാൻ ആടിയപ്പോൾ ഇത് ഇയാൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ഒന്ന് പരിങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നീട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു, ഓ ഇങ്ങനെയൊക്കെ ആട്ടങ്ങളുണ്ടല്ലേ, ഇത് ഞാൻ പറയുന്നത് ഇതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോൾ ഇത്തരം ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഏതെങ്കിലും, ഇപ്പോൾ ശ്രീധ ടീച്ചറൊക്കെ എപ്പോഴും, എന്നോട് മാഷൊക്കെ എപ്പോഴും പറയാറുണ്ട്, നൈഷധത്തിലൊക്കെ കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എടുത്തുകൊണ്ട് ഇതിൽ നിന്ന് വല്ലതൊക്കെ ചെയ്തുകൂടെ എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ട് എന്താണ് ഫലം എന്നുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ്. അപ്പോൾ അങ്ങനൊരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. പിന്നെ ഈ കവിത എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാന അംശം മുദ്രകളാണ്. നളൻ, ദമയന്തി, ബാഹുകൻ എന്നുള്ള മുദ്രകൾ പുതിയതായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഗോപിയാശാനാണത് പ്രചാരത്തിൽ വരുത്തിയിരിക്കുന്നത്. ബാഹുകൻ എന്നുള്ള മുദ്രയുണ്ട്, നളൻ എന്നുള്ള മുദ്രയുണ്ട്. ഗോപിയാശാൻ അല്ല സൃഷ്ടിച്ചത്. അതിൻ്റെ മുമ്പിൽ തന്നെ നരിപ്പറ്റ ആശാനൊക്കെ അത് സൃഷ്ടിച്ചിട്ടുണ്ട്, ശിവനാശാനൊക്കെ കാണിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് പ്രചാരത്തിൽ വന്നു. അപ്പോൾ ഈ മുദ്രകൾ ഉണ്ടാകുമ്പോൾ നളൻ്റെയും ദമയന്തിയുടെയും മുദ്രകളുമായിട്ട് ഇപ്പോഴും പൊരുത്തപ്പെടാൻ എനിക്ക് പറ്റിയിട്ടില്ല. പുതിയതായിട്ട് നമ്മൾ മുദ്രകൾ ഉണ്ടാക്കുമ്പോൾ, പഴയ മുദ്രകൾ നമ്മൾ ശാസ്ത്രം ഒക്കെ ഉണ്ടാകുമ്പോൾ ശാസ്ത്രത്തിലുള്ളത് നമ്മൾ ആ ശാസ്ത്രത്തിന് പ്രമാണമുണ്ടെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാം. പക്ഷെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതിന് അതിൻ്റെ ഒരു പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ വേണം എന്നുള്ളൊരു പക്ഷക്കാരനാണ്. അപ്പോൾ ബാഹുകൻ എന്നുള്ള മുദ്രയ്ക്ക് ഈ പേര് പിടിച്ചിട്ട് കൈ ഇങ്ങനെ കുറുകുന്ന പോലെ കാണിക്കുന്ന ഒരു സമ്പ്രദായം, അത് ഗോപിയാശാൻ്റെ നിന്നാണ് കൂടുതൽ കണ്ടേക്കണേ. വാസുദാസനും അത് കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് ഒരിക്കൽ. അത് വളരെ യുക്തമാണെന്ന് തോന്നുന്നു. കാരണം ബാഹുകൻ എന്നുള്ള ആ വാക്കിൻ്റെ നിരുക്തി നോക്കുകയാണെങ്കിൽ, വ്യാകരണപരമായിട്ടുള്ള നിരുക്തി നോക്കുകയാണെങ്കിൽ അത് കറക്റ്റാണ്. അതായത് കുറച്ച് വ്യാകരണം പറഞ്ഞോട്ടെ. അതായത് അൽപേ ഹ്രസ്വേ എന്നുള്ളൊരു സൂത്രമുണ്ട്. കൻ എന്നുള്ളൊരു പ്രത്യയം വിധിക്കുന്നതാണത്. അത് അല്പാർത്ഥത്തിലും ആവാം, ഹ്രസ്വാർത്ഥത്തിലും ആവാം. അപ്പോൾ ബാഹു കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്രസ്വബാഹു എന്നുള്ള അർത്ഥം കൃത്യമായിട്ട് കിട്ടും. അതിനുശേഷം അൽപേ ഹ്രസ്വേ സംജ്ഞായാം എന്നും കൂടിയുണ്ട്. സംജ്ഞായാം കൻ എന്ന് വരും. അതേതാണ്? ഈ ഹ്രസ്വാർത്ഥത്തിലാണ്.
അപ്പോൾ ഹ്രസ്വബാഹു എന്നുള്ളൊരർത്ഥത്തിലാണ് ഈ ബാഹുക എന്നുള്ള ശബ്ദം. കുറിക്കയ്യൻ എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പോൾ അത് വളരെ ആ ഒരു പ്രതീതി ഉണ്ടാക്കുന്ന ഈ മുദ്രയ്ക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ദമയന്തി എന്നുള്ളതിൻ്റെ മുദ്ര അതുണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ദമയന്തി എന്നുള്ളത് നൈഷധത്തിലൊക്കെ വളരെ വിപുലീകരിച്ച് ദമയന്തി പദത്തെ നിർവചിച്ചിട്ടുണ്ട്. നൈഷധത്തിൽ 2-ാമത്തെ സർഗത്തിൽ ഭുവനത്രയ സുഭ്രുവാമസൗ ദമയന്തി കമനീയതാമദം ഉദിയായ യതസ്തനുശ്രിയ ദമയന്തീതി തതോഭിധാം ദധൗ എന്ന് ദമയന്തി പദത്തെ നിർവചിച്ചിട്ടുണ്ട്. ഭുവനത്രയ സുഭ്രുവാം അസൗ ദമയന്തി ഭുവനത്രയ സുഭ്രുവാമസു ദമയന്തി കമനീയതാമദം. ഇതങ്ങനെ തന്നെ എടുത്തിട്ടാണ് ഉണ്ണായിവാര്യർ സാമരധാമ വധൂമത ഭൂമ വിരാമത കോമളിമ അങ്ങനെ തന്നെ ആട്ടക്കഥാ രൂപത്തിൽ വെച്ചേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ മുദ്ര കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദമയന്തി ദമനം ചെയ്യുന്നവൾ, അഹങ്കാരത്തെ നശിപ്പിക്കുന്നവൾ. അത് അഹങ്കാരം എന്ന് കാണിച്ച് നശിപ്പിക്കുക എന്നും കാണിച്ചാൽ വാക്കിൻ്റെ അർത്ഥം കിട്ടി. പക്ഷേ നമുക്ക് ദമയന്തി എന്നുള്ളൊരു സങ്കല്പം അതായിട്ടൊട്ടും നമുക്ക് യോജിക്കില്ല. അപ്പോൾ ആ മുദ്ര ഇപ്പോൾ കാണിക്കുന്നത് ഇങ്ങനൊരു രീതിയിലാണ് മുദ്ര കാണിക്കുന്നത്. അത് സാമാന്യം എല്ലാവർക്കും ആവാം, ഏത് സുന്ദരിക്കാവും. കോമളിമ എന്നുള്ളൊരു മുദ്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മുദ്ര ഇതിന് പകരം വയ്ക്കാൻ പറ്റുന്നവരൊന്നാണെന്ന് തോന്നുന്നില്ല. അതിൻ്റെ പദത്തിനെ നിർവചിച്ചുകൊണ്ടൊരു മുദ്ര ഉണ്ടാക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനൊരു സംഭ്രമത്തിൽ കിടക്കുന്ന ഒന്നാണ്. പിന്നെ നളൻ എന്നുള്ളതിൻ്റെ പദാർത്ഥം അതിൻ്റെ ധാതു നോക്കിയിട്ട് പ്രകാശവ്യാഖ്യാനത്തിലാണ് ഒരു ചെറുതായിട്ട് കിട്ടിയത്. അതും കൂടുതൽ നല്ലൊരു പദം അതിന് വ്യാഖ്യാനം നോക്കുകയാണെങ്കിൽ നവഗുണ പരിമളനെ, നളൻ എന്നൊരു നൃപനെ, അതാണ് കൂടുതൽ അതിന് അടുത്ത നിൽക്കുന്നൊരു നവഗുണം കൊണ്ട് നവഗുണത്തെ അല്ലെങ്കിൽ നവഗുണങ്ങളാകുന്ന പരിമളത്തോട് കൂടിയവൻ. ഇത് നളശബ്ദവുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുന്നു. പക്ഷേ ഇങ്ങനെയൊന്നും നമുക്ക് മുദ്ര ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഒരു രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് നളനുമായിട്ട് എന്താണ് ബന്ധം എന്നൊക്കെ ഉള്ളത് ചിന്തനീയമാണ്. അപ്പോൾ ഈ രണ്ട് മുദ്രകളും വളരെ വിമർശന വിധേയമായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇത് അരങ്ങത്തൊന്നും ഇത് ബാധകമല്ല, അത് വേറൊന്നാണ്, അത് പറയുന്നില്ല. അപ്പോൾ ഈ ബാഹുകൻ എന്നുള്ള ഇതിൻ്റെ ഒരു വ്യാകരണം എൻ്റെ കാവ്യത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിൽ നിന്നൊരു ചിന്ത ഉണ്ടാകാൻ, കാവ്യമാക്കി മാറ്റാൻ, അതിനു മുമ്പ് തന്നെ ഞാൻ ആട്ടപ്രകാരം രചിച്ചിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ആട്ടപ്രകാരത്തിന് വേണ്ടിയിട്ടുള്ള ശ്ലോകങ്ങളും എനിക്കങ്ങനെ ഒരു ശീലമുണ്ട്. ഇത് എൻ്റെ മനസ്സിൽ ധരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്ലോകങ്ങളാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സംസ്കൃത ശ്ലോകങ്ങളിൽ അതിൻ്റെ അനുബന്ധമായിട്ട് ശ്ലോകങ്ങൾ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അനുബന്ധമായിട്ട് ബാഹുവിൻ്റെ ആട്ടപ്രകാരം അവസാനം കൊടുത്തിരിക്കുന്ന ആ ശ്ലോകങ്ങളിൽ നിന്ന് വിപുലീകൃതമായിട്ടാണ് ഇങ്ങനൊരു കാവ്യം ഉണ്ടാവാൻ കാരണം. അപ്പോൾ അത് അങ്ങനൊരു കാവ്യം ഉണ്ടാവാനുള്ള സാഹചര്യം കോവിഡാണ്. കോവിഡിൻ്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ്. നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മളെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു കാര്യവും ചെയ്യരുത് എന്നുള്ള ഒരു ജോലിയിൽ വ്യാപൃതരാക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ കോവിഡിൻ്റെ ചില പ്രയോജനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ കുറേ ദിവസങ്ങൾ കിട്ടി എന്നുള്ളതിലാണ് ഇങ്ങനൊരു കാവ്യം ഉണ്ടാവാനുള്ള അതും സാഹചര്യവും വളരെ അനുകൂലമായി. അപ്പോൾ അങ്ങനെ ഇതൊന്ന് കാവ്യമാക്കിയാൽ എന്താണ് എന്ന കാലഘട്ടം അനുകൂലമാക്കി അങ്ങനെ അത് എഴുതാൻ തുടങ്ങി. അപ്പോൾ ചിന്താവിഷ്ടയായ സീത പോലെയുള്ള ഒരു പദ്ധതി നിലവിലുണ്ട്. അതിൻ്റെ സീതാവിചാരലഹരി എന്നുള്ള ഗോപാലപിള്ള സാറിൻ്റെ എൻ്റെ തർജ്ജമയുണ്ട്. അങ്ങനെയുള്ളൊരു പരമ്പരയിലേക്ക് ഇങ്ങനൊരു കാവ്യം രചിച്ചാൽ എന്ത് എന്ന് തോന്നി. അപ്പോൾ വിയോഗിനി വൃത്തം ഇതിൻ്റെ ഒരു സാമ്പ്രദായികമായിട്ട് നിൽക്കുന്നുണ്ട്. വിയോഗിനി വൃത്തം ഈ ഇതുപോലെയുള്ളതിന് മാത്രം ഉപയോഗിക്കപ്പെടുന്നതാണ് എന്ന് ധരിക്കേണ്ട.
വിയോഗിനി വൃത്തം കാളിദാസൻ്റെ രഘുവംശത്തിലും കുമാരസംഭവത്തിലും ഇതുപോലെയുള്ള ചിന്തകൾക്ക് വേണ്ടിയിട്ട് രതിവിലാപത്തിനും അതുപോലെ തന്നെ അജവിലാപനത്തിനുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാതെയും ഇപ്പോൾ നൈഷധത്തിലെ 2ാമത്തെ സർഗത്തിൽ ഹംസവും നളനും തമ്മിലുള്ള, അതായത് ഊർജിതാശയ എന്ന് പറയുന്ന ആ ഭാഗമാണ് 2ാം സർഗം വരുന്നത്. അതിലും വിയോഗിനി വൃത്തം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അധിഗത്യ ജഗത്യധീശ്വര അധമുക്തിം പുരുഷോത്തമാത്തത വചസാമപി ഗോചരോനയ സതമാനന്ദം അവിന്ദദ്വിജ, ഇങ്ങനെ ഒരു 159ഓളം ശ്ലോകങ്ങൾ അതിൽ ഉണ്ട്. അതും വിയോഗിനി വൃത്തമാണ്. അപ്പോൾ ഇതിന് മാത്രമേ വിയോഗിനി വൃത്തം ഉപയോഗിക്കാവുന്നു ഇല്ല. പക്ഷേ സാമ്പ്രദായികതയെ വെടിയാതെ ആ വിയോഗിനി വൃത്തത്തിൽ ഇങ്ങനൊരു ചിന്ത ഇതിലേക്ക്, ഈ വൃത്തത്തിലേക്ക് തന്നെ സന്നിവേശിപ്പിക്കാമെന്ന് വിചാരിച്ച് അതിൽ എഴുതാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കാവ്യം. ഇതിന് ആദ്യം ഞാൻ പേരിട്ടത് ബാഹുക വിചാരം എന്നാണ്. അത് ഞാനിത് ആദ്യം വായിക്കാൻ തിരഞ്ഞെടുത്തത് മനോജ് കുറൂരിനാണ്. അതിന് പല കാരണങ്ങളുണ്ട്. മനോജൊരു കലാകാരൻ കൂടിയാണ്. മനോജൻ്റെ ബാഹുവിന് കൊട്ടിയിട്ടുണ്ട് SP കോളേജിലുണ്ടായപ്പോൾ. അപ്പോൾ മനോജിന് ആട്ടം മുഴുവൻ അറിയാം, കഥകളി നന്നായിട്ടറിയാം, സംസ്കൃതജ്ഞാനം ഉണ്ട്. കേവലം കോളേജിൽ പഠിച്ച സംസ്കൃതജ്ഞാനമല്ല, മുത്തശ്ശൻ്റെ അടുത്ത് കുറച്ചിരുന്ന് സാമ്പ്രദായമായിട്ട് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാവ്യം അന്വയിക്കാനുള്ള അത്രയും സംസ്കൃതം ഉണ്ടോ എന്നറിയില്ല. പക്ഷേ ഈ രണ്ടും കൂടി അറിയാവുന്ന ഒരാൾ, പിന്നെ ഒരു പ്രായോഗിക തലത്തിൽ നിന്നും ചിന്തിക്കാൻ പറ്റുന്ന ഒരാൾ എന്നുള്ളതിൽ മനോജിനെയാണിത് ആദ്യം വായിക്കാൻ ഏൽപ്പിച്ചത്. അപ്പോൾ മനോജ് പറഞ്ഞു, വിചാരം എന്നുള്ളത് പറയുമ്പോൾ അതൊരു പേപ്പർ, സെമിനാർ പേപ്പറിൻ്റെ ടൈറ്റിലായിട്ട് കൊടുക്കാം. ഇതിന് കുറച്ചും കൂടി കാവ്യാത്മകമായിട്ട് വേറൊരു വാക്കുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഹൃദയം എന്നുള്ളൊരു വാക്ക് സ്വീകരിച്ചു. അപ്പോൾ ഇവിടെ അശ്വഹൃദയവും അക്ഷഹൃദയവും അത് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഉപയോഗിച്ചപ്പോൾ അങ്ങനെ ചേർത്ത് ബാഹുക ഹൃദയം എന്ന് പിന്നീട് ആയതാണ്. പിന്നെ ഒന്നും കൂടി പറയട്ടെ, ഞാൻ ഈ എഴുതിയ കാവ്യം അതിമനോഹരമായിട്ട് തർജ്ജമ ചെയ്തിട്ടുണ്ട് ശ്രീ അത്തിപ്പറ്റ രവി. അന്ന് ബാഹുക വിചാരം എന്നുള്ളതാണ്. അത് ഞാനിത് എഴുതി കഴിഞ്ഞ ഉടനെ തന്നെ രവിയുടെ ഇടയിൽ കേൾപ്പിച്ചു. കാരണം ഇത് സംസ്കൃതത്തിൽ എഴുതപ്പെട്ടാൽ കഥകളിക്കാരുടെ ഇടയിൽ അധികം വായിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിലും വായിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഉറപ്പില്ല. എന്നാലും ഞാനത് മലയാളത്തിൽ രവിയെ കൊണ്ട് തർജ്ജമ ചെയ്യിച്ചു. മനോഹരമായിട്ട് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബിലുണ്ട്. യൂട്യൂബിൽ ബാഹുക വിചാരം എന്നുള്ള മലയാളത്തിൽ ഇതിൻ്റെ തർജ്ജമ കിടക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ വിട്ടു. പിന്നീട് പബ്ലിക്കേഷൻ്റെ ലെവലിൽ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ്. എനിക്ക് പബ്ലിഷ് ചെയ്യുന്ന സ്വഭാവമില്ല. എപ്പോഴും ഗുരുതുല്യരായിട്ടുള്ള നിരാണ സാറും ശ്രീദേവി ടീച്ചറൊക്കെ എന്നെ വിമർശിക്കുന്നതിൽപ്പെട്ട ഒരു കാര്യമാണ് പുസ്തകങ്ങൾ ഇറങ്ങുന്നില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ തോന്നി. അപ്പോൾ എൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഈ കാവ്യം ഒരു 75 ശ്ലോകങ്ങളിലാണ് തുടങ്ങുന്നത്, ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ തുടങ്ങുന്നത് കേശിനിയുമായിട്ടുള്ള ആട്ടം കഴിഞ്ഞ് ആകുന്ന ബാഹുകൻ്റെ ആട്ടമാണ് ഇത് കാവ്യമായിട്ട് മാറിയത്. പിന്നെ ആദ്യത്തെ ശ്ലോകത്തിൽ നൃപസാരഥി ഭാവഗൂഹിത നഗരീമേത്യ വിദർഭഭൂപതേ വ്യഥമാന ഹൃദന്തരോ നളോ വിചചാരാധ രഥാന്തരസ്ഥിത. പ്രത്യേകിച്ച് വിശേഷമൊന്നും പറയാനില്ല. അവിടെ വിചാരം തുടങ്ങി എന്നുള്ള രീതിയിൽ ആ കാവ്യം തുടങ്ങുന്നു. പിന്നെ ആട്ടത്തിൽ കേശിനിയെ കൊണ്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആദ്യം തുടങ്ങുന്നത് ഇവിടെ ചുറ്റും കൂടെ നോക്കിയിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ, ഇവിടെ 2ാം സ്വയംവരം എന്നുള്ള വാർത്ത കേട്ടു, പക്ഷേ ഇതിൻ്റെ യാതൊരു അടയാളങ്ങളൊന്നും കാണുന്നില്ലല്ലോ എന്ന് അവിടെ നിന്നാണ് ചിന്ത പുറയിലേക്ക് പോകുന്നത്. ആ ആശയമാണ് 2ാമത്തെ ശ്ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കഥവേവ വിഹാധുന കഥ നനു ഭൈമ്യാ വരിതും നൃപാന്തരം ഗ്രഥിതം സുമമാല്യമിത്യഹോ ഭവിതാ നാത്ര കഥാപി സൂചന. ഇവിടെ വിവാഹമാലയൊക്കെ ഒരുക്കി ഭൈമി ഇവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷേ യാതൊരു സൂചനയും കാണുന്നില്ല. എന്നിട്ട് വിചാരം തുടങ്ങുകയാണ്. ആദ്യത്തെ വിചാരത്തിൽ മമ മാനസഹംസിക അമരാൻ അനുരാഗേണ മൃതാൻ വിഹായസ മനസാർപ്പയതി സ്മ മാലികാം കുസുമൈശ്ചാത്മനി മേ തനൗ പുര. മമ മാനസഹംസിക, എൻ്റെ മാനസഹംസികയായിട്ടുള്ള ആ ദമയന്തി അമരന്മാരെ, എങ്ങനെയുള്ള അമരന്മാരാണ്? അനുരാഗേണ മൃതാൻ,
അമരന്മാരാണ്, പക്ഷേ അനുരാഗം കൊണ്ട് മരിച്ചവരാണ്. ഇപ്പോൾ അന്നത്തെ കാലത്തെ ഒന്നാം വിവാഹത്തിൻ്റെ സമയത്ത് അമരന്മാരായിട്ടുള്ള അവർ അനുരാഗം കൊണ്ട് മൃതരായി ദമയന്തി എന്നുള്ള ഒരു കേവലം മനുഷ്യ സ്ത്രീയെ വരിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ അനുരാഗം കൊണ്ട് അവർക്ക് മരണം സംഭവിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള അവരെല്ലാം ഉപേക്ഷിച്ചിട്ട് പണ്ട് മനസാർപ്പയതി സ്മ മാലികാം, മനസ്സുകൊണ്ട് അവളെയും അവളുടെ മനസ്സിനെയും കുസുമൈശ്ചാത്മനി, പൂക്കൾ കൊണ്ട് വർണ്ണമാല്യത്തെയും, എൻ്റെ മനസ്സിൽ അവളുടെ മനസ്സാകുന്ന മാല്യത്തെയും പൂക്കൾ കൊണ്ട് എൻ്റെ കഴുത്തിൽ മാലയും അർപ്പിച്ചു. അങ്ങനെയുള്ള ഒരു വിവാഹമാണ് ആദ്യത്തെ വിവാഹം ഉണ്ടായത്. പിന്നെയൊക്കെ സാധാരണ രീതിയിലുള്ള ആശയങ്ങളാണ്. തനുമാത്മതനോ നിധായമേ ഹൃദയേഷ്വന്തരധായി ചെയ്തയാ ചിരമേവം അവാത്സ്വ ഭാസുരപ്രണയാനോപമ ദമ്പതീ സുഖൈ. അങ്ങനെ സുഖമായിട്ട് ആ വിവാഹം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കലിനാ മലിനോക്ഷഖേലനെ സഹജേനാഥ ഖലേന നിർജിത നിരഗാഹം അഹം ആതുരസ്തുരം സുരനാഥൈരവി വർജിതോ വനം. ഇവിടെ ഞാൻ പലരുടെ ആട്ടപ്രകാരം ഉപയോഗിച്ചിട്ടുണ്ട്. ഗോപിയാശാൻ്റെ സമ്പ്രദായം ഉപയോഗിച്ചിട്ടുണ്ട്, വാസുവാശാൻ്റെ സമ്പ്രദായം ഉപയോഗിച്ചിട്ടുണ്ട്, കൃഷ്ണനായരാശാൻ്റെ ആട്ടങ്ങൾ ചില കാര്യങ്ങൾ ഷാരടിയാശാൻ പറഞ്ഞത് അത് ഉപയോഗിച്ചിട്ടുണ്ട്, ശിവരാമനാശാൻ ദമയന്തി കിട്ടുമ്പോൾ ചെയ്യുന്ന ചില ആശയങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പൂർവ്വകഥ, ഒന്നാം ദിവസത്തിലെ കഥയും രണ്ടാം ദിവസത്തിലെ കഥയൊക്കെ പറഞ്ഞ് പോകുന്ന സമയത്ത് ഗോപിയാശാൻ അത് മനോഹരമായിട്ടുള്ളൊരു ശില്പമാക്കിയത് അതിനെ സംഗ്രഹിച്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും പരിചിതമാണ്. ഒന്നാം ദിവസത്തിലെ കഥ മുതൽ, ഒന്നാം ദിവസത്തിലില്ല, രണ്ടാം ദിവസത്തിലെ കാട്ടിൽ കിടന്ന് ഉപേക്ഷിച്ച് പോകുന്നത് മുതലുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംഗ്രഹിച്ച് വളരെ കൃത്യമായിട്ടുള്ളൊരു താളഘടനയിലും ഒക്കെ അത് ഒരുമിച്ച് എല്ലാവരും കൂടി കൊട്ടി, ഉണ്ണികൃഷ്ണാശാനോ അല്ലെങ്കിൽ കൃഷ്ണദാസേട്ടനൊക്കെ കൊട്ടുമ്പോൾ അതെല്ലാം കൂടി ചേർന്ന് വന്നിട്ട് ആ സംഗ്രഹം വളരെ മനോഹരമായിട്ടുള്ളൊരു ശില്പമായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. പുതിയ ആശയമൊന്നുമല്ല, പക്ഷേ അതൊരു ഒന്നാന്തരം ശില്പമാണ്. അത് നമുക്ക് കണ്ട് എത്ര വിമർശിക്കുന്നവർക്കും ആ ഒരു പ്രതിഭയുടെ മുമ്പിൽ നമ്മളത് വീണുപോകും. അങ്ങനെ ഒരു ശില്പമായിട്ട് അത് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഉപയോഗിച്ച ഒന്നാണ് ഈ ഖഗനീതപടപ്പടീയസീം വ്യസനേഷ്വാദപവാരിണീ മഹോ തരുണീം അജഹാം വിനിർഘൃണോ വസനാർത്ഥാപഹരണേ അപത്രവ. ആ പകുതി വസ്ത്രം മുറിച്ച് ഞാൻ അവളെ കാട്ടിൽ ഉപേക്ഷിച്ചു പോകുന്നതും പിന്നെ ഉള്ള ചിന്തകളാണ്. ഗഹനാദപി കാനനാത് കഥം മദഭാവേഷു അതിവിഹ്വലാക്ഷണം പരിരക്ഷിത ജീവിത പുരമാകന്നനു ഭീമജാ ഖലു. ഇവിടെ ഈ വിയോഗിനി വൃത്തം ഉപയോഗിക്കുമ്പോൾ കാളിദാസനൊക്കെ ഉപയോഗിക്കുന്ന ചില അനുപ്രാസങ്ങളുണ്ട്. അത് സ്വാഭാവികമായിട്ട് നമ്മളിത് അനുപ്രാസം ചെയ്യണം എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ വിയോഗിനി വൃത്തത്തിൽ എഴുതണം എന്ന് വിചാരിച്ചാൽ അതിൻ്റെ ലക്ഷണം ആലോചിച്ചുകൊണ്ട് എഴുതാൻ പറ്റില്ല. അത് എഴുതി പിന്നീട് വരുമ്പോഴത്തേക്കും അതിൽ തെറ്റുകളുണ്ടാവും. പിന്നെ ആ തെറ്റുകൾ തിരുത്തുന്ന രീതിയിലേ നമുക്ക് ആ ഒരു താളാത്മകമായിട്ട് നമുക്ക് ഒരു കവിക്ക് അത് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടാകുമ്പോൾ ചില സ്വാഭാവികമായിട്ട് വരുന്ന ചില അനുപ്രാസങ്ങളൊക്കെ ഇതിൽ സ്വാഭാവികമായിട്ട് വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ കാവ്യങ്ങൾ വായിച്ചിട്ടുള്ളതിൻ്റെ ആ ഒരു പ്രേരണ കൊണ്ട് ഉണ്ടായതും. ഇപ്പോൾ സ്മരസി സ്മരമേഖലാ ഗുണൈ എന്നൊക്കെ എടുത്ത് സ്മരസി സ്മര എന്നൊക്കെ ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില ഇതിൽ ഇപ്പോൾ പരിരക്ഷിത ജീവിത പുരമാകന്നനു ഭീമജാഖലു ഇതൊക്കെ സ്വാഭാവികമായിട്ട് വന്നു പോകുന്നതാണ്. അങ്ങനെ കലിവിഹ്വലമാദിതോ നള പരിദഗ്ധം ഹൃദയം വഹത്യഹോ അവരോനലേവതേ വരപ്രിയയാ ഹൃദി വർദ്ധസേനിശം. ഇത് എഴുതിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്നത് ചെയ്യണമെന്ന് വിചാരിച്ചെഴുതല്ല, വന്നു പോകുന്നതാണ്. വായിച്ച് നോക്കുമ്പോൾ ഇതിൽ ചില ബിംബങ്ങൾ കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് വീണ്ടും ടീച്ചറുമായിട്ട് ഇന്നലെ ഉള്ള ഒരു സംവാദത്തിലുണ്ടായതാണ്. നടൻ രസം ആസ്വദിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പോൾ നായകസ്യ കവേ ശ്രോതു സമാനോനുഭവസ്ഥത എന്നൊക്കെ ഭട്ടദൂതനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നർത്തകസ്യാവിന വാര്യതേ, നർത്തകനും രസം അനുഭവിക്കാം എന്നൊക്കെ സിദ്ധാന്തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ഇതിലെ ചില ബിംബങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള തോന്നലുണ്ട്. അതിൽ പ്രധാനമായിട്ട് വരുണൻ, അനലൻ, അഗ്നി, വരുണൻ,
വിഷം, ഇത്തരം ചില ബിംബങ്ങൾ കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നെനിക്ക് തോന്നി. അത് ഞാൻ ആട്ടപ്രകാരം ഉണ്ടാകുന്ന സമയത്തും ആട്ടപ്രകാരം ചെയ്യുമ്പോൾ നമ്മൾ ഈ പൂർവം ഉണ്ടായ ആട്ടപ്രകാരങ്ങളെ അനുവർത്തിച്ച് അതിലേക്ക് ചെറിയ വിഷയങ്ങൾ ചേർക്കുക. പ്രത്യേകിച്ച് സ്ഥിരപ്രതിഷ്ഠ നേടിയ ആട്ടപ്രകാരങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് എൻ്റെ ഒരു നിലപാടുണ്ട്. മൊത്തമായിട്ട് മാറ്റുകയാണെങ്കിൽ ഇപ്പോൾ ഈ ആട്ടപ്രകാരങ്ങളും ഓരോന്നും, ഇപ്പോൾ ഈ 4-ാം ദിവസത്തിലെ ആട്ടം ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഏതോ ഒരു കാലഘട്ടത്തിൽ അത് കുഞ്ചാരാശാനം ഉണ്ടാക്കിയിരിക്കണമെന്ന് പറഞ്ഞു, അതാരും ആയിക്കോട്ടെ, അങ്ങനെ ഉണ്ടായതാണ്. പിന്നെ വിപുലീകരിച്ച് ഉണ്ടായതാണ്. ആ ഉണ്ടായിരിക്കുന്ന ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ഒന്നിലേക്ക് അത് മൊത്തം അങ്ങോട്ട് മാറ്റി അതിൻ്റെ ഘടന മാറ്റുമ്പോൾ ആ ഒരു നാടക ശില്പത്തെ തന്നെ അത് ബാധിക്കും എന്നുള്ളതുകൊണ്ട് അതിലേക്ക് നമ്മൾ ചെറിയ ചെറിയ അംശങ്ങൾ ചേർക്കുക എന്നൊരു മനോഭാവത്തോടുകൂടി ഒന്ന് ചേർത്തത് ഈ അനലൻ്റെയും, അതായത് അഗ്നിയുടെയും ജലത്തിൻ്റെയും ഒരു ബിംബമാണ് അതിൽ ചേർത്തത്. അതായത് പാചകം ചെയ്യുന്ന സമയത്ത് അനുഗ്രഹമുണ്ട്, അഗ്നിയുടെയും വായുവിൻ്റെയും അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹം സമയത്ത് കത്തിക്കുന്ന സമയത്ത് കത്തിച്ചത് അഗ്നി ഉണ്ടായി, അത് കഴിഞ്ഞു, ഇനി ആ അനലം ഇതങ്ങോട്ട് ജ്വാല ഒന്ന് കുറയ്ക്കൂ എന്ന് അഗ്നിയോട് അഭ്യർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ അതിൽ തോന്നിയത് ഏറെക്കാലമായിട്ട് എൻ്റെ മനസ്സങ്ങ് കത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞപ്പോൾ ഈ ബാഹ്യമായിട്ടുള്ള അഗ്നിയുടെ ജ്വാലയെ അങ്ങ് കുറച്ചു. എൻ്റെ ഉള്ളിലുള്ള ഈ അഗ്നിയുടെ ഒരു നാളമെങ്കിലും അങ്ങ് ഒന്ന് കുറയ്ക്കുമോ എന്ന ഒരു പ്രാർത്ഥന അതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജലത്തിനോടും വരുണനോടും ഒന്ന് പറയുന്നു, ഈ വെള്ളം തന്ന് എനിക്ക് വേണ്ട സമയത്ത് പാകം ചെയ്യാനുള്ള ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട്. എൻ്റെ ഉള്ളിലൊരു അഗ്നി കത്തുന്നുണ്ട്. ആ അഗ്നിയിലേക്ക് ഒരു ശീതകണം പോലെ ഒരു തുള്ളി ജലമെങ്കിലും എൻ്റെ മനസ്സിലേക്ക് ഒന്ന് തുളിക്കുമോ എന്നൊരു പ്രാർത്ഥനയും കൂടി അത് ഞാൻ എൻ്റെ ആശയമായിട്ട് ഞാൻ ആദ്യമായി ബാഹും ചെയ്യുമ്പോഴും ചേർത്തതാണ്. അത് തൃപ്പൂണിത്തുറയാണ് ചെയ്തതെന്നുള്ളതുകൊണ്ട് എനിക്കതിന് ഫലമുണ്ടായി. അത് കണ്ട് എല്ലായിടത്തും കിട്ടിക്കൊള്ളുന്നില്ല, ഇരിങ്ങാലക്കുട കിട്ടാം, എനിക്കറിയില്ല. അപ്പോൾ ഒരു ഫലമുണ്ടായി. കാരണം അവിടെയും ബാഹുവിന് കിട്ടുന്ന ധാരാളം പേരുണ്ട്, അവർ കാണാൻ വന്നിരുന്നു എന്നുള്ളത് എനിക്കതൊരു വളരെ പ്രചോദനമായിട്ട് വന്നത്. അപ്പോൾ ഈ വരുണൻ, അനലൻ ഈ ബിംബങ്ങളെ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. കലിവിഹ്വലം ആദിതോ നളോ പരിദഗ്ധം ഹൃദയം വഹത്യഹോ, ആ ഭാഗം ഇവിടെ വരുന്നുണ്ട്. അവരോനല ഏവദേവര പ്രിയയാമേ ഹൃദി വർദ്ധസേനിശം. അവരമാണ്, അവരം എന്ന് പറഞ്ഞാൽ അധമം എന്നൊരർത്ഥം കൂടിയുണ്ട്. അങ്ങ് തന്ന വരം അവരമായി മാറിയല്ലോ. കാരണം ദമയന്തിയെ കൊണ്ട് അങ്ങ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ ദമയന്തി എന്ന് പറയുമ്പോൾ ദമയന്തിയുടെ വിരഹം കൊണ്ട് എന്നൊരു ഇത് ഒരു പരിദേവനം പറയുന്നതായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഹൃദയാനല തപ്തധീരഹം പരസന്താപ നിവൃത്തികാരക അഹിതാഹ നിവർത്തകേന മാം അനുജഗ്രാഹ വരേണ പാവക. പണ്ട് എനിക്ക് അനുഗ്രഹം തന്ന ആളാണ്. ആ അനുഗ്രഹം തന്ന ആൾ അങ്ങ് ഇപ്പോൾ ദമയന്തിയെ കൊണ്ട് എൻ്റെ മനസ്സിൽ അങ്ങ് വളരുകയാണല്ലോ എന്ന ഒരു പരിദേവനം. അഹിനാഥ വിഷാനലോ ഭവാൻ ജ്വലയത്യാത്മവിനാശകം കലിം. പക്ഷേ അങ്ങനെയല്ല, അതേസമയം അനുഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ കാർക്കോടകൻ്റെ ദംശനം ഏറ്റ് എൻ്റെ ഉള്ളിൽ വിഷമാകുന്ന ഒരു അനലം, ഒരു അഗ്നി വളരുന്നുണ്ട്. അത് ഒരേ സമയം തന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. ആ അഗ്നി അവിടെ ഉള്ളിലുള്ള എൻ്റെ കലിയെയും എരിക്കുന്നുണ്ടല്ലോ എന്നുള്ള, ഒരേ സമയം തന്നെ അനുഗ്രഹിക്കുകയും നിഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണല്ലോ അങ്ങ് തുടരുന്നത് എന്ന ഒരു ആശയം കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ആ കാർക്കോടകൻ തന്ന വരങ്ങളെക്കുറിച്ച് പറയുന്നതാണ്, എല്ലാം പറയാൻ സമയമില്ല. അങ്ങനെ ശിവനാഗവരശാസമാം ത്വമിതോ ഹ്രസ്വകരോസി ബാഹുക, ഇത് പറയേണ്ട ഒന്നാണെന്ന് തോന്നുന്നു. അതായത് ബാഹുകൻ എന്നുള്ള ആ ശബ്ദനിരുക്തിയെ ഉപയോഗിച്ച ഒരു ഭാഗമാണ്. ശിവനാഗവരശാസമാം ത്വമിതോ ഹ്രസ്വകരോസി ബാഹുക. ശിവനാഗവരൻ, ആ കാർക്കോടകൻ എന്നെ ശാസിച്ചു, എനിക്ക് ശാസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുജ്ഞ ചെയ്തു എന്ന് അർത്ഥം. ത്വം ഇതോ ഹ്രസ്വകരഃ അസി, ഇന്ന് മുതൽ നീ ഹ്രസ്വകരനാണ്. ആ ഹ്രസ്വകരനാണ് എന്നുള്ളതാണ്, ബാഹുകനാണ്, അല്പബാഹുകാണ്. ശിവയേധി പുനർനവോ നള ഭവിതാസീതി
ശശംസ സർപ്പരാൾ, നിനക്ക് നീ ശിവനാകും. ശിവൻ എന്ന് പറയുന്നത് മംഗളൻ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചത്. നിനക്ക് മംഗളമുണ്ടാകും എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ആ കാർകോടകൻ്റെ അനുജ്ഞയോടുകൂടി ഞാൻ പിന്നീട് അവിടുന്ന് അഥകാനം വീഥിഷു പ്രിയാം അനുചിന്യാട മഹേശ ചിന്തയാ ഭവതാരണ സന്തരിർഭവോ ദിനദേവസ്യ കുലം നിനായമാം. ഇനി ഋതുവർണ്ണൻ്റെ അടുത്ത് നിന്ന് അവിടെ ദാസനായിട്ട് കൂടുന്നതൊക്കെയാണ് പറയുന്നത്. പിന്നെ അവിടെ വിജനേപത എന്നുള്ള ആ ശ്ലോകത്തിൻ്റെ കുറച്ച് ആശയങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. മയിതേ ഹൃദയം സമർപ്യഹേ വിലയം ദേവി ഗതാധുനാ ക്വന കൃതഭാവമിമം പരീക്ഷിതും പുനരാവിർഭവിത ന സുപ്തിഷു. ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്തെല്ലാം നീ ഇങ്ങനെ ഉണർന്നു വരികയാണല്ലോ എൻ്റെ മനസ്സിൽ എന്നുള്ള ഒരു പരിദേവനം. പിന്നെ ആട്ടക്കഥയുടെ സാഹിത്യത്തിൻ്റെ ചില സാഹിത്യവും ഇതിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അത് ന ഭവിഷ്യതി തേ മൃതിർവനേ കുലദേവീഷു പരന്തമഗ്രിമ ഇതി നിശ്ചിതധീരധീരതാമുപയാതോഹമഹോ വിയോഗത ത്യജദേവി നിലായനക്രിയാ മനിഷം ദേഹി സുദർശനം തവ. എപ്പോഴും ഈ രാത്രിയിൽ വന്ന് എൻ്റെ മനസ്സിൽ കൂടുന്ന സമയത്ത് ഇങ്ങനെ ഒളിച്ചുകളിയാണ് നീ ചെയ്യുന്നത്. ഇങ്ങനെ ഒളിച്ചു കളിക്കാതെ എന്നാണ് എനിക്ക് നേരിട്ട് ഒരു ദർശനം തരുന്നത്. ഇത് വിജനപദയുടെ ആ ഭാഗത്തു നിന്നുണ്ടായ ചില പുതിയ ആശയങ്ങളും കൂടി ചേർത്തിട്ടുള്ള അവതരണമാണ്. പിന്നെ അങ്ങനെ ഓരോ രാത്രിയും ഞാനിങ്ങനെ കഴിച്ചുകൂട്ടി അങ്ങനെ നിൽക്കുന്ന ആ സമയത്താണ് അഥ ഭൂപസഭാസഭാജിതോ മഹിതോ വാചി മഹീസുരോവദത് പ്രതിവാചകം ഇച്ഛതീഹമേ ക്ഷിതിപാലസ്യ സുതാ വിദർഭജ. അപർണാഥൻ വന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുന്നതും അപ്പോൾ പ്രതിവാചകം തരൂ എന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ ദമയന്തിയുടെ ആശയം അതൊക്കെ ആട്ടക്കഥയുടെ ആശയം അങ്ങനെ തന്നെ എടുത്ത് ഉപയോഗിച്ച് തന്നെയാണ്. കുനുയാത ഇതോ വനാന്തര വസനച്ഛേദകൃതൗ എന്ന വേദന ദമയന്തിയുടെ ചോദ്യമാണത്. യതി ഗൂഹിതും ഈഹതേ ഭവാൻ ഇഹമേ ജീവരതിർ വിനശ്യതി. എനിക്ക് എൻ്റെ ഈ പകുതി വസ്ത്രം മുറിച്ചു പോയതിൽ എനിക്ക് വിഷമമില്ല. എവിടെയാണ് പോയത്? അങ്ങ് ഇനിയും, ഇത് ദമയന്തി പറയുന്നതാണ്, അങ്ങ് ഇനിയും ഒളിച്ചു കളിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പോൾ ഇവിടെ തിരിച്ച് അവിടുന്ന് ഒളിച്ചു കളിയാണ്, ഇവിടുന്നും ഒളിച്ചു കളിയാണ്. ഇനിയും ഒളിച്ചു കളിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എൻ്റെ ജീവരതി ഇതോടുകൂടി നശിക്കും എന്ന് ദമയന്തിയുടെ വാക്ക്. അപ്പോൾ രണ്ടും ഏകദേശം ഒരേ മനോവസ്ഥയിൽ തന്നെ പെടുന്ന ഒരു തരത്തിലേക്കാണ്. അങ്ങനെ പതിദാശനി വാഗിയം തഥാ വദിതും നാശകമാതരേണതം തരസോപസസാര ഭൂസുരം രഹസീതം ഹൃദയം നിവേദിതം. ഇത് ആട്ടകഥാകാരൻ്റെ ഒരു സ്വാധീനം തന്നെയാണ്. ധൃതം ദേവം ഉദീര്യ സുധീരയോ സരസിചോപസസാര സസാരമാം എന്ന് ആട്ടകഥാകാരൻ പ്രയോഗിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെയും തരസോപസസാര ഭൂസുരം. ഇത് ആട്ടകഥാകാരനെ സ്വാധീനിച്ചത് തന്നെയാണ്. രഹസീതം ഹൃദയം നിവേദം. പർണാഥൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ വെച്ച് മറ്റേത് സദസ്സിൽ വെച്ച് പറഞ്ഞു എന്നാണ്. പക്ഷേ എനിക്ക് നേരിട്ട് സദസ്സിൽ വെച്ച് പറയാൻ പറ്റിയില്ല. അവിടെ നിന്ന് മാറി നിന്ന് പോകുന്ന സമയത്ത് ഇതിനുള്ള മറുപടി അവിടെ 4-ാം ദിവസത്തിൽ പറയുന്ന കുലവധൂനാം കോപമാഹ എന്നുള്ളതാണ് മറുപടി. ആ മറുപടി ഞാൻ പറഞ്ഞു എന്ന് പറയുന്നു. പിന്നെ കഥിതേതു മയാകഥഞ്ജനം വ്യഥിതേനാഥ കഥേ മഹീസുരേ അചിരാൻ നൃപമേയുവാൻ നയവാ. അങ്ങനെ പർണാഥൻ പോയ സമയത്ത് തന്നെ വലിയ താമസിയാതെ തന്നെ അടുത്ത ആളും വന്നു, സുദേവൻ വന്നു. സുദേവൻ വന്നിട്ട് പിന്നെയൊക്കെ ആട്ടകഥയിൽ പറയുന്ന പോലെയുള്ള അത് ശ്ലോകമാക്കി എന്ന് തന്നെയുള്ളൂ. ഇവിടെ ഋതുപർണനോട് ഒന്ന് പറഞ്ഞു. ഋതുപർണനോട് പറഞ്ഞപ്പോൾ ഇവിടെ ദമയന്തി 2ാം സ്വയംവരം നിശ്ചയിച്ച് ഇരിക്കുകയാണ്, ഇതൊന്നും അങ്ങ് കേട്ടിട്ടില്ലേ എന്ന് പറയുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ ഋതുപർണൻ തിരിച്ച് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അങ്ങേ തന്നെ ഉദ്ദേശിച്ചിട്ടാണ് ഒരു ആൾ മൂലം എന്നുള്ളത് അത് രണ്ടുപേരെയും ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് അത് അഭിനയത്തിലൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഋതുപർണൻ ഇങ്ങോട്ട് പറഞ്ഞു, ഹൃദയമൃതവർഷി ഭീമജാവചനം തത്ര നിശമ്യ ഭൂപതി ത്വരയാശു രഥേന സാരഥേ. അപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടു, ത്വരയ ആശു രഥേന സാരഥേ, നീ ഈ നിൻ്റെ രഥം കൊണ്ട് എന്നെ വേഗപ്പെടുത്തു. നയമാം കുണ്ടിനമിത്യധാദിശ, എന്നെ കുണ്ടനത്തിലേക്ക് നയിക്കൂ എന്ന് പറയുന്ന സമയത്ത് ഇയാളുടെ ഒരു മനോഭാവം,
ഇതി ഭീമസുതാ വിവാഹത്തോ മയി ചന്ദ്രായുധപാതപാതിതേ നൃപവാണ്യുരകാശിഷോ വിഷോ സുരനാഗസ്യ വിഷേ ന പാവിതഃ എന്ന് ഭീമസുതയുടെ വിവാഹം എന്നിൽ ഒരു ഇന്ദ്രായുധം പോലെ, വജ്രായുധം പോലെ എന്നിൽ വന്ന് വീണപ്പോൾ നൃപവാണ്യുരകാശിഷോ വിഷോ, ആശിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പദംഷ്ട്ര എന്ന് പറഞ്ഞൊരർത്ഥമുണ്ട്. അപ്പോൾ നൃപൻ്റെ വാക്കാകുന്ന ആ സർപ്പദംഷ്ട്രയിൽ നിന്നുള്ള ആ വിഷം സുരനാഗസ്യ വിഷേ എന്ന ഭാവിത, എൻ്റെ ഉള്ളിൽ വേറൊരു വിഷമുണ്ട്, കാർക്കോടകൻ്റെ വിഷം. അത് എൻ്റെ ഉള്ളിലുള്ള കലിയെ നശിപ്പിക്കാനുള്ളതാണ്. പക്ഷേ ഈ ഋതുപർണൻ്റെ വാക്കാകുന്ന ആ സർപ്പദംഷ്ട്രയിൽ നിന്നുള്ള ഈ വിഷം, ഈ സ്വന്തം ഭാര്യയുടെ രണ്ടാം വിവാഹം കാണാൻ പോകാൻ എന്നെ അവിടെ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നുള്ള ആ വിഷം, ഈ വിഷത്തിൽ കലിയെ നശിപ്പിക്കാൻ പറ്റിയാലും ആ വിഷത്തിന് ഈ വിഷത്തെ നശിപ്പിക്കാൻ സാധിക്കാതെ അവിടെ കിടക്കുന്നു എന്നൊരു ആശയം ഉപയോഗിച്ചിട്ടുണ്ട്. ഗരളം കലിനാശകം പുര, അതിൻ്റെ വിവരണമാണ് അടുത്തത്. ഗരളം കലിനാശകം പുര ഭവതീത്യേവ ഭുജംഗനാഥകി ഭജതേ ഹൃദയം ദ്വയം വിഷപരിഹർത്തും തമിമം ന ഭേഷ. ഞങ്ങൾ വാക്യാർത്ഥ ദിവസത്തിൽ വേഗം നടത്തുമ്പോൾ ഒരു സൂചനകൾ കിട്ടാറുണ്ട്. അതായത് ഇത്രയും പറഞ്ഞാൽ മതി എന്ന്. അങ്ങനെ ഒരു സൂചന തന്നുകയാണെങ്കിൽ ഞാൻ ആ സമയത്ത് നിർത്താം. ജ്വലിതേന ഹൃദാ മഹീപതേർ ഗമനായ ആധിരഥം നിഷേധിവാൻ സമഭൂഷയമാശു തദ്രഥം കുസുമേ. ഉടനെ തന്നെ എനിക്ക് അത് നിവൃത്തിയൊന്നുമില്ല, ഞാനത് ചെയ്യുക എന്നുള്ളതേ എനിക്ക് നിവൃത്തിയുള്ളൂ. ഞാൻ ഉടനെ ആ തേരെല്ലാം അലങ്കരിക്കാൻ പോയി. ആ അലങ്കരിക്കാൻ പോയ എൻ്റെ അവസ്ഥ സമഭൂഷയം ആശു തദ്രഥം കുസുമൈഹി. ഞാൻ പൂക്കളെ കൊണ്ട് ആ ഋതുവർണ്ണൻ്റെ രഥത്തെ അലങ്കരിച്ചു. പക്ഷേ ചിത് അസ്ഥിഭസ്മഭി, എൻ്റെ ചൈതന്യത്തെ ഞാൻ അലങ്കരിച്ചു. എങ്ങനെയാണ്? എൻ്റെ അസ്ഥി ഭസ്മം കൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനെയും അലങ്കരിച്ചു. ഇതൊരു നമ്മൾ പ്രണയം അസ്ഥിക്ക് പിടിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ചൊല്ല് മലയാളത്തിലൊക്കെ പറയാറുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന വാക്ക്, ഈ മനോവ്യഥ എൻ്റെ അസ്ഥിയെപ്പോലും ദഹിപ്പിക്കുന്ന ഒന്നായി. ആ അസ്ഥിയെപ്പോലെ ദഹിപ്പിക്കുന്ന ആ ഭസ്മം കൊണ്ട് എൻ്റെ മനസ്സിനെയും ഞാൻ അലങ്കരിച്ചു, പൂക്കൾ കൊണ്ട് രഥത്തെയും അലങ്കരിച്ചു എന്നുള്ള ഒരു പ്രയോഗം. എന്നിട്ട് അധിരുഹ്യ സഭൂപതി തഥാ രഥം കൃതവാഷ്ണേയ സുവിസ്മയസ്തദാ രഥവാചി നിയന്ത്രണേ പ്രഭു ന തഥാസ്മീന്ദ്രിയവാചിയന്ത്രണേ. ഞാൻ ആ തേരിൽ കയറി ആ തേരിൻ്റെ കടിഞ്ഞാനെടുത്തു. എനിക്ക് കുതിരകളെ നിയന്ത്രിക്കാൻ എന്നും സാധിക്കും. പക്ഷേ രഥവാചിയെ നിയന്ത്രിക്കാൻ പറ്റുന്ന എനിക്ക് എൻ്റെ മനസ്സിലെ ആ കുതിരകളെ നിയന്ത്രിക്കാൻ പറ്റുമോ എന്ന് ഒരു ആശങ്ക. ഇവിടുന്ന് സ്വന്തമായുള്ള ചില ചിന്തകളിലേക്ക്, ഇത് ആട്ടക്കഥയിലും ഇല്ലാത്ത ചില ചിന്തകളേക്കും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നൃവരാവഗതാക്ഷമന്ത്രതോ വിസൃതം മാം കലിമക്ഷമന്തത അസുയാജനതോ വിമോചതം യുഗധർമ്മോ നിവാര്യ ഏവഹി. അതിനിടയ്ക്ക് കലി അക്ഷഹൃദയവും അശ്വഹൃദയവും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമ്പോൾ കലി വിട്ടുപോകുന്നുണ്ട്. ആ കലി വിട്ടുപോകുന്ന സമയത്ത് കലിയെ കൊല്ലാൻ പോകുന്നു. എന്നിട്ട് ഞാൻ വിട്ടയച്ചതിനുള്ള കാരണം എന്താണ്? ഇത് യുഗധർമ്മം എന്ന സംഗതിയുണ്ട്. ഇത് കലിയുഗമാണ്. ആ കലിയുഗത്തിൽ അപ്പോൾ ആ ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ കലിയെ വിട്ടയച്ചു. കലിയും ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ്. അങ്ങനെ വിട്ടയച്ചു. ഐ നാഗപതേ തപാശിഷ നലഭാവം ഗമിത ഒന്തരംഗത ബഹിരംഗമുപേത്യ ഭീമജാ പ്രിയരൂപം ന ധരേയം അത്രയ്ക്കും. ഇനി ഇവിടെ ഉണ്ടാകുന്നത്, ഇനിയിപ്പോൾ എനിക്ക് രണ്ടാമതൊരു വസ്ത്രം തന്നിട്ടുണ്ട്. അത് എൻ്റെ ശരിയായിട്ടുള്ള രൂപത്തെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെവിടെയാണ് വേണ്ടേ എന്നുള്ളൊരു ചിന്ത. ഇത് മറ്റുള്ളതിലൊന്നും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടോയെന്നറിയില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ പുതിയതായിട്ട് പലതും കണ്ടുപിടിച്ചത്, പിന്നീട് പലതും പൂർവികന്മാർ പലതും ചെയ്തു വെച്ചേക്കുന്നതാണ് നമ്മുടെ മനസ്സിൽ, നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നതാണ്. അങ്ങനെ അടുത്ത കാലത്ത് എനിക്കൊരു കിരാതം ചെയ്യുന്നപ്പോൾ ഒരു അനുഭവം ഉണ്ടായി. അത് വിടുന്നു. അപ്പോൾ പുതുത എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് പുതുത എന്ന് ഞാൻ അവകാശപ്പെടുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ചില വ്യാകരണ പരിചയം, ചില വാക്കുകളെ ഇവിടെ സ്വാധീനിച്ചിട്ടുണ്ട്. ഐ നാഗപതേ തവാശിഷ നലഭാവം ഗമിതോ അന്തരംഗത ബഹിരംഗമുഖേത്തി. അന്തരംഗ ബഹിരംഗഭാവം എന്നുള്ളത് വ്യാകരണത്തിലുള്ള ഒരു സാങ്കേതികമാണ്. അപ്പോൾ
ഞാൻ ഉള്ളിൽ അന്തരംഗം കൊണ്ട് ഞാൻ നളനാണ്, ബഹിരംഗം കൊണ്ട് ഞാൻ ബാഹുകനുമാണ്. ഇങ്ങനെ നിൽക്കുന്നൊരു അവസ്ഥ. ഞാനിപ്പോൾ എന്താണ് ധരിച്ച് നിൽക്കേണ്ടത്? ഞാൻ ഇവിടെ വച്ചിട്ട് ഞാൻ ഈ വസ്ത്രം ധരിക്കണോ? വസ്ത്രം ധരിച്ച് എൻ്റെ ആ ശരിക്കുള്ള അന്തരംഗത്തിലെ നളനെ ഞാൻ ഇവിടുന്ന് ഞാൻ പുറപ്പെടുവിക്കണോ എന്നുള്ള ചിന്തകളിലേക്ക് പോവുകയാണ്. ഇവിടെ വെച്ച് എൻ്റെ ശരിയായിട്ടുള്ള രൂപം എടുത്താൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? എൻ്റെ പ്രധാന ഉദ്ദേശം ഞാനിവിടെ ഈ കുണ്ഠിനത്തിലേക്ക് വരുന്നത് ദമയന്തിയുടെ മനസ്സ് എന്താണെന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഉറപ്പാണ് ദമയന്തി ഇത് ചെയ്യില്ല, പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു അതറിയുക എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് ഈ രൂപം എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം വസനദ്വയദാനതോ മമ വ്യസനം ഭാവ്യ അവനീയജാദ്യത വപുരാവരണം ദ്വിതീയതോ നിഷധേ. 2 വസ്ത്രങ്ങൾ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ വസ്ത്രം ശരിയായിട്ടുള്ള രൂപം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിമാം അവതദ്ഭവാൻ പുരാ നനുകാലോയ ഉപാഗതപുരു. അപ്പോൾ ആ രണ്ടാമത്തെ വസ്ത്രം ധരിക്കാനുള്ളൊരവസരം ഇതാണോ ഞാനിവിടെ പ്രയോഗിച്ചാലോ? രവിരാജ പുരസ്സരം നിജാം തനുമാവിഷ്കരവാണി. ഈ ഇവിടെ ഋതുവർണ്ണൻ്റെ മുമ്പിൽ വെച്ച് ഞാനിങ്ങോട്ട് ധരിച്ച്, അപ്പോൾ ഇവിടെ വ്യക്തമായി അങ്ങനെ ധരിക്കട്ടെ എന്നുള്ള ആലോചനയാണ്. ഉടനെ തന്നെ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ്. നഹി മേ നളരൂപദർശനേ ദിനനാഥ അന്വയരാജമാനസം ഹിതഭംഗ നിമിത്തത പരം പുരതോയാദം നിവൃത്തിമാപ്നുയാ. നളനതി സുഹൃതി, അതുമൂലം അസാധ്യമാണ്. നളനുണ്ടെങ്കിൽ എനിക്ക് കിട്ടില്ല എന്നുള്ള ഋതുവർണ്ണന് ഉറപ്പുണ്ടാണ്. ഞാൻ ഇത് ധരിച്ച് നളനായിട്ട് മാറുകയാണെങ്കിൽ ഹിതഭംഗ നിമിത്തതോ, ആ ഋതുവർണ്ണൻ്റെ മനസ്സിലുള്ള ഹിതം അവിടെ ഭംഗം, അതിന് തടസ്സം വരും. അപ്പോൾ പിന്നെ ഇനി ഇയാൾ പോയിട്ട് കാര്യമില്ല എന്നറിയാം, ഇവിടുന്ന് തന്നെ തിരിച്ചു പോകും. അങ്ങനെ ഋതുവർണ്ണൻ തിരിച്ചു പോയാൽ നിജരൂപം ഉപേത്യ കുണ്ഠിനം യതിയാതോ മമരൂപദർശന കിമവൈമി കഥാമി മൽപ്രിയാം പുനരുദ്വാഹ സമുദ്യമപ്രിയാം. അങ്ങനെ ശരിയായിട്ടുള്ള രൂപം എടുക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ പ്രിയയുടെ മനസ്സിനെ അറിയുക? അത് അവിടെ പ്രതിബന്ധമായിട്ട് മാറും. പുനരുദ്വാഹ സമുദ്യമപ്രിയാം. വീണ്ടും ഉദ്വാഹത്തിന് സമുദ്യമം ചെയ്ത എൻ്റെ പ്രിയയുടെ മനസ്സ് എങ്ങനെ മനസ്സിലാകും? സാധ്യമല്ല. മാത്രമല്ല, എന്നെ കാണുകയാണെങ്കിൽ, എൻ്റെ ശരിയായ രൂപം കാണുകയാണെങ്കിൽ ദമയന്തിയുടെ സമീപനം എന്തായിരിക്കും? കിമു ദർശനജാത കൗതുക വിപിനേ മൽകൃതപാതകം തഥാ അവിമൃശ്യ സുഗാത്രവല്ലിക പരിരോഹൻ നളകണ്ഠഗാമിനിയും. എന്നെ കണ്ടതുകൊണ്ട് ആ വളരെ കൗതുകത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി പണ്ട് ആ കാട്ടിൽ ചെയ്തു വെച്ച ആ പാതകത്തെ എല്ലാം മറന്ന് അവിമൃശ്യ സുഗാത്രവല്ലിക, ആ ദമയന്തി പരിരോഹേൻ നളകണ്ഠഗാമിനി, നളൻ്റെ കണ്ഠത്തിലേക്ക് ഒരു വല്ലി പോലെ പടർന്ന് കയറുമോ? എന്നെ സ്വീകരിക്കുമോ? അഥവാ കൃതദോഷരോഷിണി, അങ്ങനെ ഉണ്ടായേക്കാം. പക്ഷേ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അഥവാ കൃതദോഷരോഷിണി വൃണുയാത് അന്യയുധ നൃപം പുരോമ. അന്ന് എന്നെ ഉപേക്ഷിച്ച് പോയില്ലേ, ഞാൻ അതിന് പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഋതുവർണ്ണനെ വിളിച്ചു വരുത്തിയത്. അതുകൊണ്ട് അഥവാ കൃതദോഷരോഷിണി, ഞാൻ ചെയ്ത ആ ദോഷത്തിൽ രോഷം പൂണ്ട അവൾ വൃണുയാത് അന്യനൃപം, അങ്ങയുടെ മുമ്പിൽ വെച്ച് ഞാൻ വേറൊരാളെ, അതായിരിക്കുമോ അവളുടെ മനോഭാവം? കിമു തദ്ഹൃതി വിദ്യതേ, അതായിരിക്കും എൻ്റെ മനസ്സിൽ. സ്വയം വരണേനാവി പരീക്ഷണ, എന്നെ പരീക്ഷിക്കാനുള്ള ഒരു ഉദ്യമമായിരിക്കുമോ? അഥവാ കൃതഗൂഢജീവിതം രഹസാം. ഇനി ശരിയായിട്ടുള്ള ചിന്ത, ഇനി അങ്ങനെയാവില്ല, ഇങ്ങനെ പല പല ചിന്തകൾ പോവുകയാണ്. അഥവാ കൃതഗൂഢജീവിതം രഹസാം ആം അവഗമ്യ കുണ്ഠിനം. ഇത് ആട്ടപ്രകാരത്തിൽ എല്ലാവരും ചെയ്യണത് ഇത് തന്നെയാണ്. അതായത് വളരെ ഗൂഢമായിരിക്കുന്ന ജീവിക്കുന്ന എന്നെ പുറത്തു കൊണ്ടുവരുവാനുള്ള അവളുടെ ഉപായമായിരിക്കുമോ? അതും ആയിരിക്കില്ല, അത് ആയിരിക്കാം അവളുടെ മനസ്സ്. ഉപനേതും അഹോ സതുദ്യമക്രിയതേ, അങ്ങനെയുള്ള സതുദ്യമമാണോ ഇവൾ ചെയ്യുന്നത്? നാസ്മി അനുമാതും ഈശിത, ഇതൊന്നും എനിക്ക് അനുമാനിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഗുണദോഷ വിവേകമീഹതേ സതതം ത്വൽകൃതി വിക്ലബം. അങ്ങനെ നിൻ്റെ വിഷയത്തിൽ എൻ്റെ മനസ്സ് ത്വൽകൃതി വിക്ലബം ആണ്, എപ്പോഴും വിക്ലബം പൂണ്ടാണ് എൻ്റെ മനസ്സിപ്പോൾ നിൽക്കുന്നത്. എങ്ങനെയൊക്കെയാണെങ്കിലും നഹി മുഞ്ചസിമാമിതി പ്രിയേ ഹൃദയം മേ കഥയാമ്യനുക്ഷണം. എങ്ങനെയൊക്കെയായാലും നഹി മുഞ്ചസി ത്വം നഹി മാം മുഞ്ചസി, നീ എന്നെ ഉപേക്ഷിക്കില്ല, ഉറപ്പാണ്. അതാണ് ഞാൻ തീർത്തു ചൊല്ലാം നിന്ദ്യകർമ്മം, അവിടേക്ക് എത്തിക്കാനുള്ള ഒരു തീർത്തു ചൊല്ലാം നിന്ദ്യകർമ്മം താർത്തേൻ മൊഴി ചെയ്യുകയില്ല, അതിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴികളാണ് ഇതെല്ലാം. ഹൃദയം മേ കഥയാമ്യനുക്ഷണം, എൻ്റെ ഹൃദയം എന്നോട് ഓരോ ക്ഷണത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്. അപ്പോൾ എന്താണെന്ന് എനിക്കറിയണം, അതുകൊണ്ട് ഞാനിപ്പോൾ ഈ സമയത്ത് ഞാൻ ഈ ഇത് ധരിക്കുന്നില്ല. അങ്ങനെ
ആദ്യത്തെ ഇതിലേക്ക് എത്തുകയാണ്. അനിയന്ത്രിത മാനസോപ്യഹം സുനിയന്താഭവം അശ്വരശ്മിഷു. എൻ്റെ മനസ്സ് നിയന്ത്രണം വിട്ടുപോകുമോ എന്നുള്ള ആശങ്കിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഉറപ്പിച്ച് തിരിച്ചു വന്ന് ഞാൻ എൻ്റെ മനസ്സിനെ നിയന്ത്രിച്ച് വീണ്ടും ആ അശ്വരശ്മികളെ കുതിരയുടെ ആ കടിഞ്ഞാണുകളെ നിയന്ത്രിക്കുന്നതിൽ വീണ്ടും തിരിച്ചു വന്നു. ഉപയാമി സഹസ്രരശ്മിതാം. അങ്ങനെ വന്നപ്പോൾ സഹസ്രരശ്മിതാം ഉദവേഗൈരവി വസ്തുരംഗമാഹ. അപ്പോൾ നിയന്ത്രിക്കുന്നത് കണ്ടപ്പോൾ കുതിരകൾ ഒരു ബിംബമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കുതിരകളിവിടെ അതേ എന്നെ ബാക്കിയുള്ളവർ പുറമേ ഉള്ളവരാരും അറിയുന്നില്ല. അല്ലയോ കുതിരകളെ, നിങ്ങൾക്കാണ് എൻ്റെ മനസ്സറിയാൻ പറ്റുന്നത്. അതാണ് അശ്വഹൃദയം. അപ്പോൾ എൻ്റെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ നിങ്ങളെ തെളിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ സഹസ്രരശ്മിയായി തീർന്നു. സൂര്യനാണ് ഏറ്റവും വലിയ തേരാളി. അങ്ങനെ സഹസ്രരശ്മി എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ പര്യായമാണ്. ആ സൂര്യ പദവിയിലേക്ക് നിങ്ങൾ ആ എൻ്റെ രഥനിയന്ത്രണത്തിൽ കൊണ്ട് നിങ്ങൾ എന്നെ സൂര്യ പദവിയിലേക്ക് എത്തിക്കുകയാണോ എന്നുള്ള കുതിരകളോടുള്ള സന്തോഷം. അങ്ങനെ അത് കഴിഞ്ഞ് ഇവരെ എത്തുകയാണ്. സമയം പറയാം, ടീച്ചറും കൂടി. അധഭാസ്കരഭാസു ഭൂതലാത് വിനിഗന്ധം വിരദാസു കുണ്ടിനം രവിചന്ദ്രകുലാധിപൗ രഥാത് അവരൂഢാവ് അതിഗൂഢഭാസ്വരം. അതിഗൂഢഭാസ്വരമായിട്ടുള്ള, അതിഗൂഢവുമാണ് ഭാസ്വരവുമായിട്ടുള്ള അങ്ങനെയുള്ള കുണ്ടിനത്തിലേക്ക് രവിചന്ദ്രകുലാധിപവും, രവികുലാധിപനും ചന്ദ്രകുലാധിപനും ഋതുവർണ്ണനും നളനും അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ എത്തിച്ചേർന്നിട്ട് പിന്നെ ഒരാൾ ഭീമൻ്റെ ഗൃഹത്തിലേക്ക് പോയി, മറ്റേ ആൾ നേരെ വാജിശാലയിലേക്കും പോയി. പിന്നെ ഇവിടെ എത്തിയിട്ട് തൻ്റെ ആ ചിന്തയിലേക്ക്, ശരിക്കുള്ള ആ അവസ്ഥയിലുള്ള ചിന്തയിലേക്ക് എത്തുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ വിജനമാണ് ഈ വീഥികൾ. എന്താണ്? അധുനാഹം ഉപാഗതോ യഥാ ദമയന്തി വരണോത്സവേതിഥി. അതിഥി എന്ന് പ്രയോഗിച്ചത് അഭ്യാഗതം ബാഹുക എന്നുള്ള ആ ഇപ്പോഴത്തെ ഒരു ചിന്തയിലാണ്. അഭ്യാഗതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമുഖമായി ആഗതനായിട്ടുള്ളവൻ എന്നുള്ള അവയവാർത്ഥം എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. അഭ്യാഗതൻ എന്ന് പറഞ്ഞാൽ അതിഥി എന്ന് വ്യക്തമായിട്ട് മാഘത്തിലൊക്കെ ധാരാളം പ്രയോഗങ്ങളുണ്ട്, പഞ്ചതന്ത്രത്തിലുള്ള പ്രയോഗം. അതിഥിയായിട്ട് എത്തിയിരിക്കുന്നതാണ്. എൻ്റെ വ്യാഖ്യാനം അങ്ങനെയാണ്. ഇവിടെ ഋതുവർണ്ണൻ്റെ തേരാളിയായിട്ട് എത്തിയിരിക്കുന്ന ബാഹുകൻ ഗൂഢനായി അതിഥിയായിട്ട് എത്തിയിരിക്കുകയാണ്. ഈ വാക്കാണ് ഇവിടെ ഏറ്റവും യോജിച്ചത്. അല്ലാണ്ട് ഇന്നത്തെ രീതിയിലുള്ള തൻ്റെ നേരെ വരുന്ന ബാഹുകനോടെന്ന് വലത്തുവശത്ത് ദമയന്തിയിലെത്തി വരുത്തേണ്ട ആവശ്യമുണ്ട് എന്നുള്ള പക്ഷക്കാരനല്ല ഞാൻ. കാരണം അത് കഥകളിയുടെ സങ്കേതത്തിനെ കൂടി ആശ്രയിച്ച് വേണം ആട്ടക്കഥാവ്യാഖ്യാനം. വാസുവാസനുമായിട്ട് ധാരാളം ചർച്ചയുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പരസ്പരം വിഘടിക്കുകയും സുഘടിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ സാഹിത്യത്തിൻ്റെ ഇത് പറയുമ്പോൾ അതൊന്നും ഈ സാഹിത്യകാരന്മാരെ വ്യാഖ്യാനിക്കുക എന്നുള്ള കഥകളിക്കാരുടെ അല്ലെങ്കിൽ നടന്മാരുടെ ഒരു ഉത്തരവാദിത്വമൊന്നും അല്ല എന്ന് പറയും. അങ്ങനെ മുഴുവൻ പറയുന്നത് ശരിയല്ല എന്ന് പറയും. പക്ഷേ ഇതിൻ്റെ സങ്കേതങ്ങളും കൂടി നോക്കിയിട്ട് വേണം ചെയ്യാൻ. അത് കേവല സാഹിത്യം പക്ഷത്തിൽ നിന്നാൽ അത് സാധിക്കില്ല. സങ്കേതങ്ങളും കൂടി വളരെ പ്രധാനമാണ്. എന്ന് വെച്ചിട്ട് മുഴുവൻ അങ്ങനെ തന്നെ സാഹിത്യകാരന്മാരെ തള്ളിപ്പറയുന്നതും ശരിയല്ല. നമുക്ക് പ്രയോഗിക്കാൻ, ഇതിൻ്റെ സാങ്കേതികതയിൽ നിന്ന് ഉള്ളിൽ ഒതുങ്ങി നിന്ന് പ്രയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ നിലവിലുള്ള തെറ്റുകൾ അത് മാറ്റി ശരിയാക്കി ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം എന്നുള്ള പക്ഷക്കാരനാണ്. ഇത് പല പക്ഷങ്ങളുണ്ടാകും. അങ്ങനെ ഇവിടെ എത്തി കുറേ ഭാഗങ്ങൾ വിടുകയാണ്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഒന്നാം ദിവസത്തിലേക്ക് ആദ്യമായി ദമയന്തിയെ കണ്ട ആ ഭാഗങ്ങളിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ പുനരാഗതമത്ര ദുർഗതോ വികൃതേന ആദിതിരസ്കൃതേന ച ആസിതേന വിരൂപിണാമായ ദൈതോദ്വാഹ സമീക്ഷണായ. ഞാൻ പണ്ട് വന്നത് ഗൂഢമായിട്ട് തന്നെയാണ്, തിരസ്കരണീ വിദ്യ കൊണ്ടുകൂടി അവിടെ ദമയന്തിയെ കാണാനായിട്ടാണ് ആദ്യം ചെന്നത്. ഇപ്പോഴും ഞാൻ ഗൂഢനായിട്ട് തന്നെയാണ് വീണ്ടും ആവർത്തിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് വന്നത്. നനു ഭൂസുരവാഗ്മൃഷ. അപ്പോൾ ഇവിടെ വന്നത് സാധാരണ ആട്ടത്തിൽ പറയേണ്ടത് ഈ ബ്രാഹ്മണരിങ്ങനെ കള്ളം പറയും. ഇവിടെ വരുമ്പോൾ സുദേവൻ വന്ന് രണ്ടാം വിവാഹം എന്ന് പറയുന്നുണ്ട്, ഇതൊന്നും കാണുന്നില്ല. അപ്പോൾ ബ്രാഹ്മണർ നുണ പറയുമോ എന്നുള്ളത് എല്ലാവരും ആടാറുള്ളൊരു വിഷയമാണ്. അപ്പോൾ അവിടെ നനു ഭൂസുരവാഗ്മൃഷ ഭവേത് അനൃതേ അധർമ്മദൃശോ ഭവന്തിതേ. ഇങ്ങനെയാണ്, ബ്രാഹ്മണന് നുണ പറയാൻ പാടില്ലോ. അപ്പോൾ അധർമ്മത്തിൽ ചരിച്ച അവരെങ്ങനെ ചെയ്യുമോ? അങ്ങനെ ആയിരിക്കില്ല. അനൃതപ്രിയ നീത
ദുഷ്പഥേ ചരിതാസ്തേ കഥയേയു ഈദൃശം. ഇത് ചിലപ്പോൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. പേർത്തു കർണാകർണികയാ. അപ്പോൾ ബ്രാഹ്മണർ കേട്ടു. ആ ബ്രാഹ്മണർ കേട്ട് കഥകളുണ്ടാക്കി. കണ്ടപ്പോൾ അത് കേട്ട് പറഞ്ഞ് അങ്ങനെ മറ്റുള്ളവരാൽ പ്രേരിപ്പിക്കപ്പെട്ട് ഈ കഥ കേട്ട് വന്ന് പ്രചരിപ്പിച്ചതാവാം. അല്ലാതെ അപ്പോൾ ഒരു ബ്രാഹ്മണനെ ന്യായീകരിക്കുന്ന ഒരു രീതിയിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. കിമു ഭീമനൃപസ്തുതാം പുനർവരണായ ഉദ്യതമാനസാംര രുചിരസ്യ വരസ്യപാണ്. ഇത് മാട്ടത്തിലാണ്. അതായത് ഭീമൻ എന്തിനാണ് ഇത്രയും ആർഭാടമൊന്നുമില്ലാതെ ഇങ്ങനെ നിശ്ചയിച്ചതാണോ? രഹസ്യമായിട്ട് രണ്ടാം വിവാഹമല്ലേ, അത്ര ആർഭാടമൊന്നും വേണ്ട. ഇങ്ങനെ ഒരു യോഗ്യനായിട്ടുള്ള ഒരു വരനെ കണ്ടുപിടിച്ച് അവളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒതുക്കിയതാണോ എന്നുള്ള ചിന്ത. അഥശങ്കിത മാനസംരഥേ ഗതമാഗത്യ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ കേസിനിയായിട്ടുള്ളത് ഒരു 3 ശ്ലോകത്തിൽ അയതിഷ്ടച വൃത്തചോരണേ ദമയന്ത്യാ ഖലു ചിത്തസേവിക. കേസിനിയെ ഒരു വിശേഷണം കൊടുത്ത് ദമയന്ത്യാ ഖലു ചിത്തസേവിക. അവൾ വെറുമൊരു സേവികയല്ല, മനസ്സാക്ഷി സൂക്ഷിപ്പുകാരിയാണ്, ചിത്തസേവികയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവളെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. അപവാരിത ദൂതികാകൃതി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവളെ അങ്ങോട്ട് ഒഴിവാക്കി വിട്ടു. അപവാരിത ദൂതികാകൃതി. ദൂതികയുടെ കൃതിയെ, പ്രയത്നത്തെ ഞാൻ ഒഴിവാക്കി. നവനീലാംബുത രൂപിതാകൃതി. അപ്പോൾ ഇവിടെ ഞാൻ ഗൂഢമായിട്ട് നിൽക്കുകയാണ്. ഒരു നീലമേഘത്തിൻ്റെ ശോഭയോടുകൂടി ഞാനിവിടെ ഒളിഞ്ഞു നിൽക്കുന്നു. സമവേശയം ആശു ഭോജനം. പിന്നെ ഭോജനശാലയിലേക്ക് കടക്കുന്നു. ഭോജനശാലയിലേക്ക് കടക്കുമ്പോൾ സ്ഥിരം ആട്ടത്തിൽ ചെയ്യുന്നത് തന്നെയാണ്. നച ദൃശ്യത. ഇവിടെ വെള്ളം കാണാനില്ല, പിന്നെ വിറക് കാണാനില്ല. ഇനി എന്തിനാണ് ദമയന്തി ഇങ്ങനെ ചെയ്ത്? എൻ്റെ ആ പാചകത്തിലുള്ള സാമർഥ്യം കാണാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അതിനെ ഒഴിവാക്കി വെച്ചതാണോ എന്നൊരു ചിന്ത. ഇനി അവിടെയും ഒരു സംശയമുണ്ട്. ഇനി അവളുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റില്ല. ആരെങ്കിലും എന്നെ ഇത് നിരീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളൊരു ശങ്കയും കൂടി വരുന്നുണ്ട്. കിമു കോപി നിരീക്ഷതേത്രമേ കൃതിം അന്തർഹിത ഗാത്രവൃത്തിത. കലിമുക്ത. ഇപ്പോഴും എൻ്റെ മനസ്സ് സംശയത്തിൽ കിടക്കുകയാണ്. അപ്പോൾ അവിടെ പറയുന്നത് കലിമുക്ത സുധീരഹം പുനരാം സുതരാം ദ്വാപരബാധിത സ്ഥിരം. ദ്വാപര എന്നുള്ള വാക്കിന് സന്ദേഹം എന്നൊരർത്ഥമുണ്ട്. കലിമുക്തനാക്കപ്പെട്ടുണ്ട് ഞാൻ. ഇവിടെ കലിമുക്ത സുധീരഹം പുന. ഞാൻ ആ കാർക്കോടകൻ്റെ വരം കൊണ്ടും അതുപോലെ തന്നെ ആ അക്ഷഹൃദയം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒക്കെ എന്ന് പറഞ്ഞാൽ ചൂതുകളിയായിട്ട് ബന്ധപ്പെട്ടാണ്, ഒരുപാട് വ്യാഖ്യാനിക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് കലി എന്നെ ഒഴിച്ചു. പക്ഷേ ഇപ്പോഴും ആരെങ്കിലുമൊക്കെ വന്ന് നോക്കണ്ടോ എന്താണ് ഇവളുടെ മനസ്സ് എന്നുള്ള ആ ദ്വാപരൻ ഇപ്പോഴും എന്നെ വിട്ടുപോയിട്ടില്ല. ദ്വാപരൻ എൻ്റെ മനസ്സിൽ കിടന്ന് ഇപ്പോഴും കളിക്കുന്നുണ്ട്. അതാണ് എൻ്റെ ഈ പ്രശ്നം. കലിമോചനമല്ല പ്രശ്നം, ദ്വാപരമോചനമാണ് എൻ്റെ ആവശ്യം എന്നുള്ള തലത്തിലേക്ക് എത്തുകയാണ്. നൃപഭോജന കാല ആഗത. പിന്നെ ചില വ്യാകരണ പ്രയോഗങ്ങൾ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് പചയളിമം എന്നൊക്കെ ചില പ്രയോഗങ്ങളുണ്ട്. അത് എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രയോഗിച്ചതാണ്. ഐ പാവക യാചതേ എന്നുള്ളൂ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആശയം ഇതിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഐ പാവക യാചതേ നളോ വപുഷ ബാഹുക നീലവേഷക കുരു താവക സന്നിധിം. അങ്ങയുടെ സാന്നിധ്യത്തെ ചെയ്യൂ. വരുണത്വമേ. വരുണനോട് അപേക്ഷിക്കുന്നു. വരുണാനല. ഇവിടെയും അനലനെയും വരുണനെയും കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. വരുണാനല ശംസിത വരാ സുകരാ ഹ്രസ്വകരസ്യ സന്ധിമേ മധുരം മിതപാകമോദനം ചതുരോ അഹ്രസ്വകര പജാമ്യഹോം. അല്ലയോ വരുണ, അങ്ങയുടെ വരങ്ങൾ എന്നെ സുകരമാക്കിയിട്ടുണ്ട്. എന്താണ്? ഹ്രസ്വകരനാണെങ്കിലും ഞാൻ ബാഹുകനാണ്, ഞാൻ കുറിക്കയ്യനാണ്. അങ്ങനെയാണെങ്കിൽ പോലും മിതവും മധുരവുമായിട്ടുള്ള ആ അന്നം പാകം ചെയ്യാൻ ഞാൻ അഹ്രസ്വകരനാണ്. അതിൽ എൻ്റെ കൈകൾ വളരെ നീണ്ടതാണ്, കുറിക്കയ്യനല്ല. അതിൽ ഞാൻ എൻ്റെ കൈ വൈദഗ്ധ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. പചമാനലമാം അപാംനിധേ ശൃണുമാ ദുഃഖജലേ നിമജ്ജയ. അതെ, ഈ കത്തിക്കൽ ഈ അടുപ്പിൽ പോരെ, എൻ്റെ മനസ്സിൽ കത്തിക്കണോ? ജ്വലയേധ ഇതം നമേ മന കൃപയാ സിഞ്ച. അതുപോലെ ഈ പാത്രത്തിൽ മാത്രം, അല്ലയോ വരുണ, പാത്രത്തിൽ മാത്രം വെള്ളം നിറച്ചാൽ പോരാ, ഇവിടെ കത്തുന്നുണ്ടോ ഒന്ന്, അതിലേക്കും കുറച്ച് വെള്ളം ഒന്ന് ഒഴിക്കുമോ എന്ന് വരുണനോടുള്ള ഒരു അപേക്ഷ. ഐ ദേവകരവും സ്വയംവരേ യുവയോർ ദത്തവരം കരദ്വയം.
ഒന്നാം സ്വയംവരത്തിൽ നിങ്ങൾ 2 കൈയും വെച്ച് എൻ്റെ തലയിൽ അനുഗ്രഹിച്ചതാണ്. അതേ സമയം തന്നെ അനുഗ്രഹം ഇപ്പോൾ നിഗ്രഹത്തിന് വേണ്ടിയിട്ട് തന്നെയാണോ ഉപയോഗിക്കണേ? എന്നെ ഇങ്ങനെ കത്തിച്ച് കളയാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള അവരോടുള്ള പരിദേവനം. നനുദേവി നിവർത്യതേ ത്വയാ ജലമേധം ച പരീക്ഷണായമേ നചമേദ്മി വിദർഭഭുവജാമയി ചെയ്തോദകം ആചിനോതി. ഈ അടുപ്പ് കൂട്ടിയിരിക്കുന്നത് ദമയന്തി തന്നെയല്ലേ? എനിക്ക് വേണ്ടിയിട്ടുള്ള അടുപ്പാണോ ഇവിടെ കൂട്ടിയിരിക്കുന്നത്? എൻ്റെ നാശം കാണാൻ വേണ്ടിയിട്ടാണോ? കിമു ഭൈമി ഹൃദന്തരം ച മേ തവ ചുല്ലി പരിഭാഗഭാജം. അല്ലയോ ദമയന്തി, നീ എൻ്റെ മനസ്സിനെ അടുപ്പാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിനക്ക് തന്നെയാണ് വിനാശം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ അടുപ്പാണെങ്കിൽ നീ മുഴുവൻ എൻ്റെ ഹൃദയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് അടുപ്പ് കൂട്ടി നീ കത്തിക്കുകയാണെങ്കിൽ നീ തന്നെയാണ് നശിച്ചു പോവുക. കാരണം ഈ അടുപ്പാകുന്ന മനസ്സിൽ നീ തന്നെയാണ്. അത് നീ വിചാരിക്കേണ്ട. പരിപക്വ സുഗന്ധയതേ. പിന്നെ പാകം മുഴുവൻ കഴിഞ്ഞു. പാകം മുഴുവൻ കഴിഞ്ഞ് പിന്നെ ഋതുപർണന് ഭക്ഷണം വിളമ്പുന്നു. ഭക്ഷണം വിളമ്പുമ്പോൾ എന്താ മുഖത്ത് ഒരു വാട്ടം എന്ന് ഋതുപർണനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ഒന്നുമില്ല എന്നുള്ള മറുപടിയാണ് സാധാരണ ആട്ടത്തിൽ ചെയ്യാറുള്ളത്. ഇവിടെ അങ്ങനെയല്ല. ഇതിമേ കഥിതം പ്രതീരിതം. ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ഋതുപർണൻ ഹസിതേനൈവ എന്ന ഭാഷിതൻ, ഒന്നും മിണ്ടില്ല, ഒരു ചിരിയും കണ്ട് തിരിച്ചു ഒഴിവാക്കി എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അശനേവസിതേ തുരങ്കമാൻ സഹസാ ഭോജയിതും പ്രചക്രമേ മയി കാക്ഷിത വീക്ഷണേക്ഷണാൻ അവലോക്യ ദ്രുതിരന്തരേത. പാകം കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ മനസ്സറിയുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും അവിടെ ആ വാജിശാലയിലാണ്. അവരെ കാണാനുള്ള എൻ്റെ ആ തിടുക്കം അങ്ങോട്ട് മനസ്സിൽ വല്ലാതെ കൂടി. ദ്രുതമേത്യ തൃണാന്യഹം തഥാ രസനാലോലമുഖി. അവരെന്നെ കാത്തു നിൽക്കുകയാണ്. അവിടെ കാത്തു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിലിങ്ങനെ വെള്ളമൂറി കൊണ്ട് കാത്തു. ആ വെള്ളമൂറുന്നത് എന്നെ കാണാനുള്ള, കാരണം ഞാൻ വന്നാലേ ആ ഭക്ഷണം കിട്ടുള്ളൂ, പുല്ലിട്ട് തരുള്ളൂ, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കഴിക്കാനുള്ളതുള്ളൂ. അപ്പോൾ ആ മനസ്സിലുള്ള ആ ദ്രുതി, ചിത്തദ്രുതി അവരുടെ വായിലൂടെ പുറത്തു വരുന്ന കാണിച്ച് കാണൂ എന്ന്. അങ്ങനെയുള്ള ആ കുതിരകളെ കരവാഹന പൂർവകം ദദൗ മമവാഹ ഖലു ജീവനായതേ. ഇനി എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി മമവാഹ, ഇത്രയും കാലം എന്നെ വഹിച്ചു കൊണ്ടുള്ളതല്ലേ, ഇനി നിങ്ങളെ വഹിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ജീവനം എന്ന് അവയെ ആ കൈ കൊണ്ട് തലോടി അവരെ ആശ്വസിച്ചുകൊണ്ട് കിമമീന്നത് ഭുഞ്ചതേ. ഇത് ആശ്വാസൻ കാണിക്കുന്ന ഒരാട്ടമാണ്. ആ പുല്ലിട്ട് കൊടുത്താലും അവർ അത് തിന്നുന്നില്ല എന്നൊരാട്ടം കാണിക്കുന്നുണ്ട്. അത് ഞാൻ ഒന്നും കൂടി അപ്പുറത്തേക്ക് കടന്ന് അത് ഞാൻ ആട്ടത്തിലും ചെയ്യാറുണ്ട്. കിമമീ നതു ഭുഞ്ചതേ തൃണാന്യധുനൈതേ മമ ജാനതേ ശുചം. വേറെ ഒരാൾക്കും എൻ്റെ മനസ്സ് മനസ്സിലാവുന്നില്ല. ഈ കുതിരകൾക്ക് മാത്രമേ എൻ്റെ മനസ്സ് മനസ്സിലാവുന്നുള്ളൂ. അതുകൊണ്ടാണോ ഞാൻ പുല്ലിട്ട് കൊടുത്തിട്ടും എന്നെ കാണാനുള്ള ആകാംക്ഷയോട് നിൽക്കുകയാണെങ്കിലും നിങ്ങൾ ഭക്ഷിക്കാത്തത്? അതുകൊണ്ടാണോ എന്ന് അവരോട് ചോദിക്കുകയാണ്. ഹയചിത്തവിദോനുകൂലതാം. ഇവിടെ അശ്വഹൃദയം എന്നുള്ളത് ഇത് തന്നെയാണ്. ഹയചിത്തവിദ. ആ കുതിരയുടെ മനസ്സ് അറിയുന്ന എനിക്ക് അതിനുള്ള ആനുകൂല്യം നിങ്ങൾ മാത്രമല്ലേ എന്നോട് പ്രകടിപ്പിക്കുന്നുള്ളൂ. എന്നിട്ട് കാരണം അവിടെ അശ്വഹൃദയം എന്നുള്ളതിനെ ഉപയോഗിച്ചതാണ്. അശ്വഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള പൊരുത്തമാണത്. ആ കുതിരകളെ മനസ്സിലാക്കുക, അത് ജീവിതത്തിലേക്ക് അത് കടത്തി എന്നുള്ളത് മാത്രം. വിനിവർത്തിയ ഹയാൻ പുനാരഥം സമവാപ്യാഹം ഉപാവിശത്തത അവലോക്യ സുമാന്യലങ്കൃതേ ഗർഭിതാന്യസ്മരമത്ര തേദശം. ഇനി ഇതിൻ്റെ ആട്ടത്തിൻ്റെ അവസാനത്തിലേക്ക് കടക്കുന്ന ഭാഗമാണ്. കുതിരകളെ വിട്ടിട്ട് പിന്നെ വീണ്ടും രഥത്തിലേക്ക് എത്തുന്നു. രഥത്തിലേക്ക് എത്തുമ്പോൾ ആ പൂക്കളോടുള്ള ചില അപേക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പലരും പല രീതിയിൽ ആടാറുണ്ട്. അത് 2 ശ്ലോകങ്ങളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഒന്ന് കുമാരനാശാൻ്റെ വീണപോലുള്ള ഹാ പുഷ്പമേ എന്നുള്ളത് ഉപയോഗിക്കാറുണ്ട്. ഹാ പുഷ്പമേ എല്ലാവർക്കും പ്രസിദ്ധമാണ്. പിന്നെ വേറെ ശ്ലോകമുള്ളത് വാണീല വരവർണ്ണിനി മണികൾ തൻ കാർകൂന്തളത്തിൻ സുഖം വീണീല വിധി പോലെ ചെന്നു ഭഗവത് വിന്ദങ്ങളിൽ. ആ ശ്ലോകവും ഉപയോഗിക്കാറുണ്ട്. അത് ആശാൻ്റെ ഒരു മനോധർമ്മത്തിനനുസരിച്ച് അത് പരിഷ്കരിച്ചിട്ടുണ്ട്. അത് സ്വന്തം ജീവിതമായിട്ട് കലാകാരൻ്റെ ജീവിതമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ആശാൻ ചെയ്യാറുണ്ട്. അത് പൂക്കൾ കണ്ട് വാടുന്നു, വാടി നിൽക്കുകയാണ്. ഇതുപോലെ ആയിരിക്കും എല്ലാ കലാകാരൻ്റെയും ജീവിതം. വാടി നിൽക്കുകയാണെങ്കിൽ ഒരാളും നോക്കാനുണ്ടാവില്ല. ഇനി ഇതൊന്ന് അല്ലെങ്കിൽ അത് വിടർന്ന് നിൽക്കുകയാണെങ്കിൽ സ്ത്രീകൾ വന്ന് തലയിൽ ചൂടും, ആരാധിക്കാനെടുക്കും. പക്ഷേ വാടി നിൽക്കുകയാണെങ്കിൽ ഒരാൾക്കും നോട്ടം ഉണ്ടാവില്ല. അത് സ്വന്തം ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ആശാൻ അത് ഭംഗിയായിട്ട്
ചെയ്യാറുണ്ട്. ഇത് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഹാ പുഷ്പമേ എന്നുള്ളതും ആടാറുണ്ട്. ഇങ്ങനെ വളരെ കാലത്ത് ഇങ്ങനെ ശോഭിച്ച് നിൽക്കുന്ന ഇപ്പോൾ നിൻ്റെ ഇതവസ്ഥ ഇങ്ങനെയാണോ? ഇവിടെ കൃഷ്ണനാരാശൻ ഒരു കാര്യം ചെയ്യാറുണ്ടെന്ന് ശാരദാസൻ പറയാറുണ്ട്. ഇങ്ങനെ ആലോചിച്ച് അറിയാണ്ട് ആ പൂക്കളുടെ പൂക്കളിങ്ങനെ പിടിക്കും. ആ പിടിക്കുന്ന ആ സമയത്ത് അതാണ് വിടരുക. കൃഷ്ണനാരാശൻ ചെയ്യുന്നത്, കൃഷ്ണനാരാശന് മുമ്പ് കുഞ്ചുകുറുപ്പാശാനൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള അറിയില്ല, ഒരു പരമ്പരയാണ് ഇതൊക്കെ. അപ്പോൾ അത് ശാരദാസൻ എനിക്ക് പറഞ്ഞത്, അതും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് ബാഹും കെട്ടുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ഞാൻ ഉപയോഗിക്കാറുണ്ട്. 4-5 തവണ കെട്ടിയതിൽ മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട്. അത് ചെയ്യുന്ന രീതി പല രീതിയായിട്ട് ചെയ്യാറുണ്ടെന്ന്. അതായത് ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഹാ പുഷ്പമേ എന്നുള്ളത് എടുക്കുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു പൂവ് അങ്ങോട്ട് പൊട്ടി അങ്ങോട്ട് താഴ്ത്തങ്ങോട്ട് വീഴും. എന്നിട്ട് ആ പൊട്ടി താഴ്ത്ത് കിടക്കുന്ന പൂവിനോടുള്ളൊരു സംവാദമായിട്ടാണ് ഹാ പുഷ്പമേ. എന്നിട്ട് അതിൻ്റെ ആ അവസ്ഥയെ കണ്ട് അതിനെ തലോടി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അതങ്ങോട്ട് വിടരും. അപ്പോൾ ആ അനുഗ്രഹം, അപ്പോൾ ഇതെല്ലാം നമുക്ക് ആ അനുഗ്രഹം കൊണ്ട് ഈ പൂക്കളെല്ലാം വിടർത്താലോ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും പിടിച്ച് അതിന് അങ്ങനെ ചെയ്യാറുണ്ട്. അല്ലാതെ പല രീതിയിലും ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഉദയേ കുസുമാനി രശ്മി, അപ്പോൾ അത് ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള രീതിയിലാണിത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി ശിവരാമാശാൻ ആടുന്ന ഒരു ആശയം കൂടി പറഞ്ഞിട്ട് ഞാനിത് അവസാനത്തിലേക്ക് എത്തിക്കാം എന്ന് പറയുന്നു. 4-5 സമപുഷ്യത് ഉദിത്വരം സുമം ത്വയിരൂഢം സദളം സകേസരം പരിശുഷ്യതി തേ പുരസ്സരം കൃപയാ സിഞ്ച വിലോകനൈരിതം. ഇവിടെ സ്മരസുന്ദരി സുപ്തിമാഗതാം മമ ചോത്സംഗനിവേശിതാം തഥാ കരലാളിത കുന്തളേ മയാ കുസുമാന്യങ്കുലിമർദ്ദിതാനിച്ച. ശിവനാശാൻ ആടുന്നത് കണ്ടിട്ടുണ്ട്. ശിവനാശാൻ അവമർദ്ദനം തുടങ്ങി, കേസിനിയുടെ പദ്യത്തിലാണ് അവമർദ്ദനം തുടങ്ങി അവകളപ്പോൾ വിളങ്ങി എന്ന് കേസിനി കണ്ടതെന്ന് പറയുന്ന സമയത്ത് ശിവനാശൻ ചെയ്യുന്ന ആ സമയത്ത് പണ്ട് അങ്ങ് എന്നെ മടിയിൽ കിടന്ന് ഇരിക്കുന്ന ആ സമയത്ത് തലയിൽ പൂക്കളൊക്കെ ചൂടിയുണ്ട്, അതിങ്ങനെ വാടിയിരിക്കുകയാണ്. എന്നെ വളരെ സ്നേഹപൂർവ്വം ഇങ്ങനെ തലോടുന്ന ആ സമയത്ത് അതിങ്ങനെ വിടരാറുണ്ട്. ഇങ്ങനെ ആശാൻ അത് ആടുന്നത് കണ്ട്. അപ്പോൾ അത് ഒരു പടിയും കൂടി കടന്നിട്ട് സ്മരസുന്ദരി സുപ്തിമാഗത. സ്മരസുന്ദരി എന്നുള്ളത് നൈഷധത്തിൻ്റെ സ്വാധീനമാണ്. നൈഷധത്തിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്നെ വളരെ ആകർഷിച്ച ഒരു പ്രയോഗമാണ് സ്മരസുന്ദരമാം യദത്യജസ്തവോ സദയോ തവത് സ്മരസുന്ദരമാം യദത്യജസ് തവധർമ്മോ സദയോദയോജ്വല. ഹംസം നളനോട് പറയുന്നതാണ് സ്മരസുന്ദര. അത് ആ സ്വാധീനം കൊണ്ടാണ് ഇങ്ങനൊരു പ്രയോഗം സ്മരസുന്ദരി എന്നാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. സ്മരസുന്ദരി, ഞാൻ എൻ്റെ മടിയിൽ നീ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഉത്സംഗ നിവേശിതാം തഥാ കരലാളിത കുന്തളെ, കരം കൊണ്ട് കുന്തളത്തെ ലാളിക്കുന്ന സമയത്ത് കുസുമാന്യ അങ്കുലിമർദ്ദിതാനി, ആ പൂക്കളിങ്ങനെ തലോടും. ആ സമയത്ത് കരപീഡന ഹേതുന പുനർഹസിതാനി സ്മലസന്ധിതാനി ച മൃദുഹാസരുചിം സ്മരാമി. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് തലോടുന്നത്. അതിന് തലോടി ഇങ്ങനെ വിടർത്തും. അപ്പോൾ ഇത് ഞാൻ ഉറക്കം നടിച്ച് കിടക്കുകയാണ്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉറക്കം നടിച്ച് കിടക്കുന്നത്. അപ്പോൾ ഇത് തലോടുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്, പൂക്കൾ വിരിയുന്നതും അറിയുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വിടർന്നു വരുമ്പോൾ ഞാൻ എൻ്റെ മുഖം ഇങ്ങനെ വിടർത്തി ഒരു ചെറിയ കള്ളച്ചിരിയും കൂടി ചിരിക്കാറുണ്ട് എന്നൊരു തരത്തിലേക്കും കൂടി അത് വിപുലീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ വിടർന്ന പൂക്കൾ ഒരു പുഷ്പവാടികയായിട്ട് അവിടെ വിരിഞ്ഞു, ആ തേരിൽ വിരിഞ്ഞു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ഇത് വാസുവാശാൻ്റെ ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ഒരു ഇങ്ങനെ ഈ കൊഴിഞ്ഞ അല്ലെങ്കിൽ ഈ പൂക്കൾ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് തലോടി അത് വിടർത്തി. എൻ്റെ ജീവിതത്തിൽ ഇത്രയും പൂക്കളൊന്നും വേണ്ട, ഏതെങ്കിലും ഒരു പൂ, എൻ്റെ മനസ്സാകുന്ന പൂ ഇങ്ങനെ വിടർന്ന് കാണിക്കൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിൽ എന്നും കിടക്കുന്ന രീതിയിലാണ് ആശാൻ്റെ അഭിനയം. അത് ഇങ്ങനെ കിടക്കും. അപ്പോൾ അങ്ങനെ എന്നെങ്കിലും എൻ്റെ ഒരു ജീവിതവല്ലരിയിൽ ഒരു പൂവെങ്കിലും ഒന്ന് വിരിയുമോ എന്നുള്ള ഒരു ആശങ്കയാണ്. അനുമോദയ ജീവദായകി, അവിടെയും വരുണനെയും കൊണ്ടുവന്നു ഒരിത്തിരി വെള്ളം വീത്തി എൻ്റെ മനസ്സിലുള്ള ആ പൂവ് ഒന്ന് വിടർത്തുമോ
എന്നിട്ട് അവസാനിപ്പിക്കുകയാണ് ഗിരിജേശ ഗിരീശമാപതേ ഹതിജാതസ്ഥിതികാരകേശ്വര യതി സംഗമ ആവയോർന്ന ചേത് വിഫലാ ഹംസകൃതി. ഇത് ദേവന്മാരുള്ള അഭ്യർത്ഥനയാണ്. ഗിരിജേശ, ഗിരിജേശ എന്ന് പറഞ്ഞാൽ ശിവൻ. ഗിരീശ, ഗിരീശ എന്ന് പറഞ്ഞാൽ ഗിരിയുടെ ഈശനല്ല, ഗിരാം ഈശ. ഗിരാം ഈശ ബ്രഹ്മാവിനെയാണ്, വാക്കുകളുടെ ഈശൻ എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഗിരിജേശ ഗിരീശ മാപതേ, മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മീപതേ വിഷ്ണു. ഇവർ മൂന്നുപേര്. ഇതിൽ രവി എന്നോട് അഭിപ്രായ വ്യത്യാസം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് മാറ്റാൻ നോക്കിയിട്ട് എനിക്ക് നടന്നില്ല. അതായത് ക്രമത്തിൽ തന്നെ പറയണ്ടേ എന്നോ, അതായത് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഈ ക്രമത്തിൽ ആക്കണ്ടേ എന്ന് ഞാൻ പല വട്ടം ശ്രമിച്ചിട്ടും എനിക്കത് പറ്റിയില്ല. പക്ഷേ എനിക്ക് ഈ ഗിരീശ എന്നുള്ള വാക്ക് വിട്ടുകളയാനും എനിക്ക് പറ്റില്ല. കാരണം ഗിരീശ എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ആ കൺഫ്യൂഷൻ അവിടെ കിടക്കണം, അതെൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ അത് വാക്ക് കളയാതെ ഈ ക്രമത്തിലാക്കാൻ ഞാനും സമ്മതിച്ചില്ല. അത് കാരണം ഇതങ്ങനെ കിടക്കട്ടെ. പക്ഷേ ഗിരിജേശ ഹതിജാതസ്ഥിതി എന്നാക്കി. ഗിരിജേശൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഹതിയാണ്, സംഹാരമാണ്. ആ ക്രമത്തിലേക്ക് ഇപ്പുറത്തേക്കും മാറ്റിയെടുത്തു. ഇനി അവരോടുള്ള അപേക്ഷയാണ്, അല്ലയോ ദേവന്മാരെ, ത്രിമൂർത്തികളായിട്ടുള്ള ദേവന്മാരെ, യതി സംഗമ, ഇനി ഞങ്ങൾ തമ്മിൽ ഇനി ഒരുമിച്ചില്ല എങ്കിൽ, ബ്രഹ്മാവ് പറഞ്ഞു വിട്ടതാണ് ഹംസം, ആ ഹംസത്തിൻ്റെ പ്രയത്നം വിഫലമാവില്ലേ എന്നുള്ളൊരു അവരുടെ ഒരു ചോദ്യത്തോടും കൂടി ആ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഇതെല്ലാം അവസാനിപ്പിക്കുമ്പോൾ വൃത്തം മാറിയിട്ടാണ് അവസാനിപ്പിക്കുക എന്നുള്ളതുകൊണ്ട് മാലിനീ വൃത്തത്തിൽ ആണ് അവസാനത്തെ ശ്ലോകം ചെയ്ത്. ഇതി ബഹുവിധ ചിന്താമാധിതോ ബാഹുകോസൗ രവിനൃപതി സമേതോഭ്യാഗത. ഇവിടെ അഭ്യാഗതൻ പ്രയോഗിച്ചിട്ടുണ്ട്. അഭ്യാഗത സ്വപ്രിയായ പരിണയന മുഹൂർത്തേ ദർശനേ സാക്ഷിഭൂത സമവിദിത സ്വരൂപ കുണ്ടിനം ചാത്യുവാസ. ഇങ്ങനെ തൻ്റെ ഭാര്യയുടെ രണ്ടാം വിവാഹ അവസരത്തിൽ ഋതുവർണ്ണനോടുകൂടി അഭ്യാഗതനായി അതിഥിയായി സ്വന്തം പ്രിയയുടെ പരിണയന മുഹൂർത്തത്തിൽ അദർശനത്തിൽ സാക്ഷിഭൂതനായിട്ട് സാക്ഷിയായിട്ട് നിന്നുകൊണ്ട് സമവിദിത സമ്യക് അവിദിത സ്വരൂപം തൻ്റെ ശരിയായിട്ടുള്ള ശരീരത്തെ മറ്റുള്ളവർക്കൊന്നും മനസ്സിലാക്കാത്ത രീതിയിൽ കുണ്ടിനത്തിൽ അധിവസിച്ചു എന്ന രീതിയിൽ ഈ കവിത അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ബാഹുഹൃദയം എന്നുള്ളതിൻ്റെ ഒരു കവിതയുടെ പോക്ക്. ഇത് പലരും വായിച്ചിട്ടുണ്ട്, ഇത് ഇന്ന് പ്രവർത്തിക്കുന്ന പലരും വായിച്ചിട്ടുണ്ട്. ഇത് പ്രയോജനപ്പെടുകയാണെങ്കിൽ ഈ കാവ്യം സാർത്ഥകമായി. ഇനിയൊരു കാവ്യം എൻ്റെ നിന്ന് ഇങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം എൻ്റെ പ്രവൃത്തിപഥത്തിൽ നിന്ന് ഉണ്ടായതാണ്. അത്തരം അവസരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത്തരം വേറെയും കീചകൻ്റെയൊക്കെ കിട്ടേണ്ടി വന്നപ്പോൾ അതും ഒരു ആട്ടപ്രകാരം ശ്ലോകങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. വെളുത്ത നളൻ കെട്ടേണ്ടി വന്നപ്പോൾ ഞാൻ രംഗനൈഷധമാണ് മിക്കവാറും, രംഗനൈഷധം എന്ന് പറഞ്ഞാൽ കുഞ്ചാരാശൻ്റെ ആട്ടം തന്നെയാണ്, അതും ഞാൻ ശ്ലോകങ്ങളാക്കിയിട്ട് വെച്ചിട്ട് എൻ്റെ മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് വാസുവാശാനൊക്കെ വായിച്ചിട്ടുണ്ട്. ഷാഡി വാസുവാശാൻ ഇത് വായിക്കാൻ പറ്റിയിട്ടില്ല. ആശാനെ ഞാൻ അയച്ചു കൊടുക്കുന്നതിന് മുമ്പ്, പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ആശാൻ ഇഹലോകം വിട്ടുപോയി. അപ്പോൾ ആശാനുമായിട്ട് നിരവധി സംവദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ തർക്കിച്ചിട്ടുണ്ട്. ആ തർക്കിക്കാനുള്ള അത്രയും മഹാരഥനായിട്ടുള്ള ഒരു നടൻ എനിക്ക് അവസരം തന്നിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ്. അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യം എനിക്ക് നടത്തി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഇന്ന് വേദിയിലുള്ള ബാഹുകൻ അത് പ്രചാരമായിട്ട് നിൽക്കുകയാണ്, അല്ലാത്തൊരു ബാഹുകൻ അന്തരംഗമായിട്ട് നിൽക്കുകയാണ്. രംഗനക്ഷത്രത്തിലുള്ള ഒരു ബാഹുകൻ അത് സാധാരണ ജനങ്ങൾക്ക് ഉതകുന്നതല്ല. പെട്ടെന്ന് ആസ്വാദനം വേണ്ട ബഹുജന സദസ്സിന് ഉതകുന്നതല്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു നിരൂപണം എഴുതണമെന്നൊരു എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അതും എനിക്ക് ചെയ്യാൻ ഇനിയും സാധ്യതയില്ല. കാരണം ഒരു അന്തരംഗ വിനിവൃത്തനായിട്ടുള്ള മനസ്സാണ് എൻ്റെയും. പ്രവർത്തിച്ച് വേഷങ്ങൾ കെട്ടുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ കയ്യിൽ നിന്ന് ചോർന്നു പോയി തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. അടുത്ത കാലത്ത് തന്നെ പല വേഷങ്ങളും ഞാൻ ധാരാളം ഞാൻ പറയുന്നതാണ്. കിട്ടുന്നൊരു വേഷമാണ് സന്താനപാലം അർജുൻ. എൻ്റെ കയ്യിൽ
ഇപ്പോൾ മേടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ വേഷം കെട്ടാം എന്നങ്ങനെയുള്ള ചില വേഷങ്ങളാണ്. അതിൽ പോലും എൻ്റെ കയ്യിൽ നിന്ന് പോയി തുടങ്ങിയെന്ന് എനിക്ക് അടുത്ത കാലത്ത് എനിക്ക് കിട്ടിയപ്പോൾ തോന്നി തുടങ്ങി. അപ്പോൾ ഇങ്ങനൊരു കൃതി കഥകളി രംഗത്ത് നിന്ന് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പോൾ ഞാൻ വേറൊരു കൃതിയുടെ ഒരു പ്രിൻറ്റിങ്ങിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യത്തിലുള്ള PB ഷെല്ലിയുടെ ഓ ടു ദ വെസ്റ്റ് വിൻഡ് എന്നുള്ളത് ഒരു തർജ്ജമ ചെയ്തിട്ടുണ്ട്. അത് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ സിലബസിലുണ്ട്. അതിൻ്റെ ഒരു കൃതിയിലാണ്. എൻ്റെ ഗതി മിക്കവാറും ആ രീതിയിലേക്ക് ആക്കും എന്ന് സദസ്സിനെ ബോധിപ്പിച്ചുകൊണ്ട് അവസരം തന്ന എല്ലാവരോടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. കഥകളി ക്ലബിൻ്റെ ഈ ഒരു ഇങ്ങനത്തെ ഒരു പ്രഭാഷണ പരമ്പരയിൽ ഡോക്ടർ ഇ നാരായണനോട് ഒരു വർഷത്തിന് മുമ്പേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ച നടത്തിയിരുന്നു. ഏകദേശം ഒരു 9 വർഷങ്ങൾക്ക് മുമ്പാണ് മന്മഥ ദശാവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടർ ഇ നാരായണനുമായിട്ട് പ്രവർത്തിക്കാൻ ഇല്ലെങ്കിൽ ആലോചനയുമായി ബന്ധപ്പെട്ട് ഒരു രംഗാവിഷ്കാരത്തിൻ്റെ സാധ്യതയ്ക്ക് ചർച്ച നടത്തിയത്. അതിനുശേഷം ഈ ബാഹുകൻ്റെ ഒരു അവസ്ഥയുണ്ടല്ലോ, പലപ്പോഴും ഉള്ളിൽ ഒരു വികാരവും എന്നാൽ പുറത്ത് വേറൊരു വികാരവും വച്ച് ഒരു ഉണ്ണായി വാര്യരോ ഇല്ലെങ്കിൽ കഥാപാത്രത്തെ നടനും കഥാപാത്രവും പുറത്തേക്ക് ഒരു തരത്തിൽ അഭിനയിക്കുകയും എന്നാൽ ആന്തരിക സംഘർഷങ്ങളെ കൃത്യമായ രീതിയിൽ അരങ്ങിലേക്ക് പിടിപ്പിക്കുവാൻ ഇല്ലെങ്കിൽ അരങ്ങിൽ പ്രയോഗ രീതി ഇപ്പോൾ ഗോപിയാശാനൊക്കെ പലപ്പോഴും ചെയ്യുമ്പോഴും വളരെ ലൗഡാണ്, വളരെയധികം കൃത്യമായി അരങ്ങിലേക്ക് ആസ്വാദകരിലേക്ക് എത്തും. എന്നാൽ അതല്ലാത്തൊരു അഭിനയം കൂടിയുണ്ട്. അത് സ്വന്തം ജീവിതത്തിലെ വ്യാപാരമായി ഇല്ലെങ്കിൽ സംഘർഷമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാഹുകൻ്റെ അവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അഭിനയ രീതി, ഇങ്ങനെ 2-3 തരത്തിലുള്ള അഭിനയ രീതിയിലുണ്ട്. അപ്പോൾ അത്തരം ഒരു മാനസികാവസ്ഥയിലൂടെ നാരായണൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അരങ്ങിൽ നിന്നൊക്കെ വീഴുകയാണ്. ഈ ഒരു നിരാശയിൽ കലർന്ന വാക്കുകൾ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം എപ്പോഴും പറയണേ എന്നുള്ളത് സത്യസന്ധമായിട്ട് അദ്ദേഹം സൂചിപ്പിക്കേണ്ടതെങ്കിലും ആസ്വാദകൻ എന്നുള്ള നിലയിൽ ഹൃദയസ്പർശിയായി ഞാൻ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മാത്രമല്ല കാഴ്ചപ്പാടുകളും ആ ഒരു ഭാവനകളും എല്ലാം വളരെയധികം എങ്ങനെയാണ് അത് മനസ്സിനെ സ്പർശിച്ചത് എന്നുള്ളത് പറയാൻ വാക്കുകളില്ല. എങ്കിലും 2 വാക്ക് ഇതിനോട് കൂട്ടി വയ്ക്കാൻ വേണ്ടി ഡോക്ടർ ഇന്ദുജിയെ വിളിക്കുന്നു. അങ്ങനെ ഒരു പ്രതികരണത്തിനൊന്നും തയ്യാറായിട്ട് ഇരുന്നൊന്നുമല്ല ഞാൻ ആസ്വദിച്ചത്. പക്ഷേ ഹൃദയം നിറഞ്ഞിട്ട് പറയാണ്. വളരെ കാലം മുമ്പ് കുറച്ച് കാലം വളരെ അടുത്ത് പ്രവർത്തിച്ചിരുന്നവരും പറയാൻ പാടുമെന്നൊന്നും അറിയില്ല, സുഹൃത്തെന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അങ്ങനെ പറയാനുള്ള സ്ഥാനമാണോ എന്നൊക്കെ ചോദിച്ചാൽ അറിയില്ല. പക്ഷെ അന്നത്തെ ഒരു ഒട്ടബുദ്ധി കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞിരുന്നത്. ഈ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട ഓരോ വാർത്തകൾ ഞങ്ങൾ പറയുമ്പോഴും ഇതുവരെ വായിച്ചില്ലല്ലോ എന്നും പറയാറുണ്ട്. പക്ഷെ ആദ്യമായിട്ട് അത് ഡോക്ടർ ഇ നാരായണൻ തന്നെ വ്യാഖ്യാനിച്ച് വായിച്ചത് കേൾക്കാൻ സാധിച്ചത് ഒരു വലിയ പുണ്യമായിട്ട് ഞാൻ കരുതുന്നു. അതിൽ എനിക്ക് എൻ്റെ വാക്കുകൾ കൊണ്ട് അതിന് മറുപടി പറഞ്ഞാൽ അതൊരു പോരായാവും. അതുകൊണ്ട് ഞാൻ മഹാകവിയുടെ വാക്കുകൾ കടമെടുത്തിട്ട് പറയുകയാണ്. വിയോഗിനിയിൽ തന്നെ ആയിക്കോട്ടെ. സ്ഫുടതാരകൾ കൂരിരുട്ടിലുണ്ടിടയിൽ ദ്വീപുകളുണ്ടു സിന്ധുവിൽ ഇടർ തീർപ്പതിന് ഏകഹേതുവന്നണയാം ഏതു മഹാവിപത്തിലും എന്ന് മാത്രമേ എനിക്ക് ഇപ്പോൾ പറയാനുള്ളൂ. ഇത്രയും സമയം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബാഹുകൻ്റെ മനസ്സിലൂടെയാണ് കടന്നുപോയത്. അതുപോലെ ഡോക്ടർ ഇ നാരായണൻ്റെ മനസ്സിലൂടെയാണ് കടന്നുപോയത്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ കേട്ട പ്രബന്ധങ്ങളിലും നടനും നിരൂപകന്മാരും ഒക്കെ പങ്കുവെച്ച കാലവും കലയും തമ്മിലുള്ള വലിയ സംഘർഷങ്ങളുടെ വലിയ വിചാരധാരയിലൂടെയാണ് കടന്നുപോയത്. ഇതിൽ ഈ അരങ്ങിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ഈ സംഘർഷമുണ്ട്. കാലത്തിനോട് എത്ര മധുവേട്ടൻ്റെ പേപ്പറിൽ അത് ശതമാനക്കണക്കിലൊക്കെയാണ് പറഞ്ഞതെങ്കിലും 80-20 എന്നുള്ളതല്ലെങ്കിലും ഒരേ സമയം ജീവനവും കൊണ്ടുപോവുകയും കാലത്തിൻ്റെ എല്ലാ തള്ളലുകളുടെ ഇടയിൽ കൂടെ ഉരുണ്ടുപോവുകയും നമ്മുടെ മനസ്സിലുള്ള ചില സ്വപ്നങ്ങൾ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യേണ്ടി വരിക എന്ന് പറയുന്ന വലിയ സംഘർഷം ഓരോ കലാകാരനും ഓരോ സാഹിത്യകാരനും നിരൂപകനും
സംഗീതജ്ഞനും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും ഞാൻ കുമാരനാശാനെ തന്നെ കടമെടുക്കുകയാണ്. നമ്മൾ കണ്ടത് തിരിയും രസബിന്ദു പോലെയും പൊരിയും നെന്മണി എന്ന പോലെയും ഇരിയാതെ മനം ചലിപ്പുഹ ഗുരുവായും ലഘുവായും ആർത്തിയാൽ എന്ന് പറയുന്ന ഗുരുവായും ലഘുവായും തിരിയുന്ന ബാഹുകത്വത്തിനെ അല്ലെങ്കിൽ ഉള്ളിലുള്ള എന്നെയും പുറത്തുള്ള എന്നെയും അകമാണോ പുറമാണോ ഞാനെന്നറിയാതെ നമ്മൾ ഒരു പക്ഷേ അരങ്ങിലൊന്നും പ്രവർത്തിക്കാത്ത സാധാരണ മനുഷ്യനും ഇത്തരത്തിലുള്ള വിഹുലതകളും അല്ലെങ്കിൽ ആശങ്കകളും സ്വപ്നങ്ങളും ഒക്കെ പങ്കിടുന്നുണ്ടാവാം. ഒരു പക്ഷേ സംസ്കൃത സാഹിത്യത്തിലൂടെ ഇത്തരത്തിൽ കാൽപ്പനികമായൊരു വിഹ്വലത ആദ്യമായിട്ടാണ് ഞാൻ അനുഭവിച്ചത്. അത് ഒരു പക്ഷേ അരങ്ങിൽ പ്രവർത്തിക്കുന്നവർക്കും ഒരു പക്ഷേ ഡോക്ടർ ഇ.എൻ. നാരായണനും മുൻപോട്ട് പോകുന്ന വഴിയിൽ എവിടെയൊക്കെയോ സ്ഫുടധാരകൾ ഉണ്ടെന്നും കൂരിരുട്ടുകൾ മറയുമെന്നുള്ളതിൻ്റെ സൂചനയായിട്ട് കാലം അത്രമാത്രം ശുഭപ്രതീക്ഷയൊന്നും നൽകുന്നതൊന്നും അല്ല, എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ഒരുപക്ഷെ ഈ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് കാലത്തിൻ്റെ കലിബാധയെ ഒരുപാട് മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി അദ്ദേഹത്തെ ആദരിക്കുകയാണ്. സുവർണ്ണ മുദ്രണം നൽകി ആദരിക്കുന്നതിലായിട്ട് കുട്ടൻ ചാക്യാരെ